മറ്റ് മദ്രസ എന്ന് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ പിരിച്ചുവിട്ടുകൊണ്ട് അതിനോടുള്ള സഹതാപം കൊണ്ടാണ് ഞാൻ വിടുന്നത്. ഇവിടുന്ന് ഈ പ്രശ്നം അങ്ങനെ ഇവിടുന്ന് വിട്ട്. അപ്പോഴാണ് ഇവിടുന്ന് വിട്ട് ഞാൻ നാട്ടിൽ പോയി നിൽക്കുന്നത്. ആ സമയത്താണ് ഉസ്താദ് അറിയുന്നത് എൻ്റെ അടുത്ത് ജോലിയൊന്നുമില്ല, നാട്ടിലാണ്. അല്ല, എ പി ഉസ്താദ്. എ പി ഉസ്താദ് അന്ന് തളിപ്പറമ്പിലാണ്. അങ്ങനെ എ പി ഉസ്താദ് എന്നെ വിളിച്ച് പറഞ്ഞ് ഇവിടെ മുണ്ടോത്ത് മുണ്ടോത്ത് ഒരു അറിയപ്പെടുന്ന രാജ്യമാണ്. ഒരു മൗലവിനെ അക്കാലത്ത് മൗലവിനെ തല്ലിയോ? അതെ. എന്തിന് അറിയില്ല. അന്ന് അങ്ങനെയൊക്കെയാണ് അല്ലേ? മൗലവിങ്ങൾക്ക് ഇത്ര ഒരു പ്രാധാന്യം ഇല്ല. അതെ. അതുകൊണ്ട് പിന്നെ ഒരാളവിടെ പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിരുന്നു. ആരും പോകില്ല, പേടിച്ചിട്ട്. ഈ മഹല്ല് കമ്മിറ്റിക്കാരാണ് ഇതൊക്കെ ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് വിശദമായിട്ടൊന്നും അറിയില്ല. അന്ന് കേട്ടുകേൾവിയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഉസ്താദായിട്ട് ഈ മഹല്ല് കമ്മിറ്റിയായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് അവിടുത്തെ പ്രസിഡൻറ്റിനോട് നമ്മൾ ഒരാളുണ്ട്, അദ്ദേഹത്തിന് കൊണ്ടുപോയിക്കളി. ഇതുവരെ അവിടെ ദർസില്ലായിരുന്നു. അത് ഒരു ദർശം തുടങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു 5-8 കുട്ടികളായിട്ട് നമ്മളറിയപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, അയൽവാസികളോ മറ്റു മറിച്ചൊക്കെ, അവരൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ആദ്യത്തെ മുദരിസ് അവിടെയാണ്. മുദരിസ് അവിടെ മുണ്ടോത്ത് ജുമാഅത്ത് പള്ളി. 6 കുട്ടികളായിട്ട് 6-7 കുട്ടികളുണ്ടായിരുന്നു കൂടെ. അങ്ങനെ അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷന് ഓൾറെഡി ആയിട്ടുണ്ടല്ലോ ഫിജി. അപ്പോൾ നമ്മളടുത്തേക്ക് ഒന്നും വന്നിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ട് ഒക്കെ റെഡിയാണ്. നിങ്ങൾ റെഡി? അപ്പോൾ പാസ്പോർട്ട് എടുത്തോ? പാസ്പോർട്ട് എടുത്തതിന് ശേഷം അവരോട് പറഞ്ഞ് ഐ ആം റെഡി. ഈ പാസ്പോർട്ട് എങ്ങനെ അന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുണ്ടോത്തേക്ക് പോയി ദർസിന് വേണ്ടി. അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരെ കമ്മ്യൂണിക്കേഷനും കത്തും ഫോണും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ പെട്ടെന്ന് അന്ന് വിടരുതല്ലോ, അപ്പം തുടങ്ങിയിട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കി ഏതാണ്ട് റമദാൻ വരെ ദർസ് പോകണം. അപ്പോൾ റമദാൻ ആകുമ്പോൾ ഏതായാലും പോയി കൊടുക്കണം കുട്ടികൾക്ക്. അപ്പം കുട്ടികൾ പോയി വേറെ എവിടെയും ചേർന്നോ. അപ്പോൾ റമദാൻ ആയപ്പോൾ നിർത്തി. റമദാനിന് വേണ്ടി നിർത്തി. അപ്പോൾ ഇവരോടുള്ള കമ്മ്യൂണിക്കേഷൻ അപ്പോൾ അതും അവിടെ കംപ്ലീറ്റ് ആയി. അതുപോലെ എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു. റമദാനില്ല ടിക്കറ്റ് അയച്ചു. അങ്ങനെ ടിക്കറ്റ് അയച്ചു തന്ന് നമ്മൾ എയർപോർട്ടിലൊന്നും പോയിട്ടില്ലല്ലോ. മുന്നേ പോയിട്ടില്ലല്ലോ, കണ്ടിട്ടില്ല. നമ്മൾ ഒരേ കുത്തിരുന്ന് മോളെ നോക്കിയിട്ടാണ് എയർലൈൻ കാണുന്നത്. ഫ്ലൈറ്റ് കാണുന്നത് പോയില്ല, അറിയില്ല. പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ധരിക്കണം, ഇങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് അറിയില്ല. അക്കാലത്ത് ആരും പറഞ്ഞു തരാനുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ നമ്മളെ ഉണ്ണുകുളം പഞ്ചായത്തിൽ അന്ന് ആരും പുറത്തേക്ക് പോയിട്ടില്ല. പഞ്ചായത്തിൽ തന്നെ ആരും പോയിട്ടില്ല. പുറത്തേക്ക് പോയിട്ടില്ല. ഗൾഫിലൊന്നും പോയിട്ടില്ല. ഇനി ഗൾഫും പോകാൻ തുടങ്ങിയിട്ടില്ല. ഗൾഫിൽ പോലെ അങ്ങനെ. അപ്പോൾ ആ നിരക്ക് ഞാൻ പോവുകയാണല്ലോ പുറത്ത്. അപ്പോൾ ആൾക്കാർക്കൊക്കെ വലിയ അതിശയം, ഇവനെങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാ പോകുന്നത്. അത് ഇതൊരു അറിയില്ലല്ലോ അന്നില്ല. ഫിജിനെ കുറിച്ച് ധാരണ ഉണ്ടോ? ഇല്ല, ഫിജിനെ കുറിച്ച് ഒരു ധാരണ ആർക്കുമില്ല. പിന്നെ വേൾഡ് മാപ്പ് പോയാൽ തന്നെ ഡോട്ടാണ്, ചെറിയൊരു പുള്ളിയാണ് ന്യൂസിലൻഡിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ ആ നിരക്ക് ഫിജിനെ പറ്റി ഒരാൾക്കും ഒരു വിവരമില്ല. ഞാൻ പിന്നെ പോരെന്ന് പറഞ്ഞു, ഇങ്ങനെ കാണി എനിക്ക് പോകാൻ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒക്കെ ശരിയായിട്ടുണ്ട്, ഞാൻ പോട്ടെ. അപ്പം അമ്മയും ബാപ്പയൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ, ആരെങ്കിലും പുറത്തേക്ക് പോയാൽ ഒരു ഗുണമാണല്ലോ. എല്ലാവരും സമ്മതിച്ചു. എല്ലാവരും സമ്മതിച്ചവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പോയിട്ട് നന്നായിട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും. കാലത്ത് അങ്ങനെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ എ പി ഉസ്താദിനോടൊക്കെ പറഞ്ഞോ? എ പി ഉസ്താദിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. എ പി ഉസ്താദിനോട് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഉസ്താദിനോട് പറഞ്ഞു. അസമുസ്ലിയാരോട്. അപ്പം ഞാൻ കാരണം ഉസ്താദ് ഒരു പ്രൊപ്പോസൽ കൊണ്ടുവന്നിരുന്നു. കല്യാണം ഉസ്താദിൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ അറിയും ആരാണെങ്ങനെ. കാരണം ഉസ്താദിനോടുള്ള ആ ബന്ധം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം അടുത്ത ദിവസവും എനിക്ക് ഫിജിയിലേക്ക് പോകണം. അപ്പോൾ ചോദിച്ചു എന്തിനാ പോകണം? ദീനി പ്രവർത്തനത്തിന്.
അപ്പോൾ ഉസ്താദ് സന്തോഷമായി. ദീനി പ്രവർത്തനം ഏട്ട് പോവുകയാണെങ്കിലും ദുനിയാവിൽ ഏട്ട് പോവുകയാണെങ്കിലും തിരക്കില്ല. ഉസ്താദിൻ്റെ ശിഷ്യനാണല്ലോ. ഞാൻ പോയിട്ട് ദീനി പ്രവർത്തനം ചെയ്ത ഉസ്താദിനും ഗുണമാണ്. അപ്പോൾ ഉസ്താദിന് സമ്മതം തന്നു. ആയിക്കോട്ടെ എന്നാണ് പോയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫിജിയിലേക്ക് പുറപ്പെടുന്നത്. ഏതാ വർഷം? 76 അവസാനം 77 റമളാനാണ്. റമളാന് ഏതാണ്ട് ലാസ്റ്റ് വീക്കായിരുന്നു. അങ്ങനെ ഞാൻ കൊച്ചിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അന്ന് കൊച്ചിയിലാണ് എയർപോർട്ട്. കൊച്ചിക്ക് ഇതുവരെ പോയിട്ടില്ല. ചെറിയ എയർപോർട്ട് കൊച്ചിയിലേക്ക് പോയില്ല. കൊച്ചിയിൽ നിന്നാണ് എൻ്റെ ടിക്കറ്റ്. കൊച്ചി ടു മദ്രാസ് ടു സിഡ്നി ടു നാന്തി, ഫിജി. അങ്ങനെ അതൊക്കെ നമ്മൾ കാണുക ചിന്തിച്ചിട്ടല്ല. ഇനിയിപ്പോൾ നോക്കിയപ്പോൾ വായിക്കാനുള്ള വിവരവും ഇല്ല. 7ാം ക്ലാസ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്, ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പോകുന്നതായിട്ടാ ഫിജിയിലേക്ക്. കൊച്ചിയിൽ പോയി. കൊച്ചിയിൽ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ അനുജനെയും കൂടി കൂട്ടി. ഇതുവരെ ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല, ദീർഘയാത്ര. അപ്പോൾ അനുജനും പോകുന്ന ഒരു കൂട്ടായല്ലോ. അങ്ങനെ അനുജനെയും കൂട്ടി ഞാൻ പോയി. അബ്ദുൽ കരീം അവൻ്റെ പേര് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവനെയും കൂട്ടി ഞാൻ കൊച്ചിയിലേക്ക് പോയി. എനിക്ക് ഓനൊക്കെ കൊച്ചി ആദ്യം, അനിയനും ആദ്യം, എല്ലാവർക്കും ആദ്യം. അപ്പോൾ നമ്മൾ പിന്നെ കൊച്ചി പോയിട്ട് എന്തായെന്നറിയോ, ഞങ്ങൾ അന്വേഷിച്ചു എയർപോർട്ടിലേക്ക് എങ്ങനെ പോവുക, എവിടെയാണ് എയർപോർട്ട്, എന്താണ്, എങ്ങനെയാണ് ഒക്കെ വിവരം കിട്ടിയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ പോയി. സമയം കണക്കാക്കി സമയത്തിന് എയർപോർട്ടിലെത്തി. അപ്പോൾ എയർപോർട്ടിലെത്തിയിട്ട് ആദ്യമായിട്ട് പ്ലെയിൻ കാണുന്നത്. അതിലെങ്ങനെ പോകണം, എങ്ങനെ ഇരിക്കണം, എന്താണ്, എങ്ങനെയാണ് ഒന്നും അറിയില്ല. അന്ന് ഈ ചെക്കിങ് സംവിധാനമൊക്കെ എങ്ങനെ? അന്ന് അത്ര വലിയ ചെക്കിങ് ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു സാധാരണ തുണിയും വെള്ളത്തുണിയും സാധാ മൊല്ലിയാരെ വസ്ത്രം, ഒരു കുപ്പായം ഇട്ടിട്ടാണ് പോകുന്നത്. ഞാൻ എയർലൈനിൽ കയറി. ചെറിയ എയർലൈനാണ്. അന്ന് എയർലൈനിൽ യാത്ര ചെയ്യൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുപോലെ അന്ന് എയർലൈനിൽ സാധാരണ യാത്ര ചെയ്യും. അപ്പോൾ എയർലൈനിൻ്റെ ഉള്ളിലേക്കാട്ട് പോയപ്പോൾ എനിക്കൊരു അതിശയം എന്ന് പറഞ്ഞാൽ, ഞാൻ മാത്രമേ ഈ തുണിയും ഈ ഷർട്ടും ഇട്ട് അതിലിരിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ടൈയും ഷൂട്ടും കോട്ടും ഒക്കെ ആയിട്ട്. ഇത് ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, ഇത് കേരളത്തിലാണല്ലോ. എനിക്കിനി പോകേണ്ടത് മദ്രാസ് പോയിട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കല്ലേ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണല്ലോ എനിക്ക് എടുക്കേണ്ടത്. അതിൻ്റെ സ്ഥിതി എന്തായിരിക്കും, ഇതാണെങ്കിൽ അതിൻ്റെ സ്ഥിതി എന്തായിരിക്കും, ഞാനെങ്ങനെ അതിനെ അഭിമുഖീകരിക്കാം എന്നൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു വിഷമം എൻ്റെ മുമ്പിലുണ്ട്. അതേ സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു വിവരം എൻ്റെ അടുത്തില്ല. അങ്ങനെ ഞാൻ മദ്രാസിൽ എയർപോർട്ടിൽ ഇറങ്ങി. എയർ ഇന്ത്യ ആയിരുന്നു അവിടുന്ന് അങ്ങോട്ട്. എയർ ഇന്ത്യ ഞാൻ പോകുന്ന എയർ ഇന്ത്യ സിംഗപ്പൂർ ടു സിഡ്നി, പിന്നെ സിഡ്നിന്ന് വേറെ എയർലൈൻ. പറഞ്ഞാൽ മദ്രാസ് ടു സിംഗപ്പൂർ സിറ്റി അവിടുന്ന് സിഡ്നി, പെർത്ത് പോവും. പെർത്തുനിന്ന് പിന്നെ സിഡ്നിന്ന് പിന്നെ വേറെ എയർലൈന് എടുത്തിട്ട് ഫിജിയിലേക്ക് പോകും, ബാലക്ക്. അപ്പോൾ കുറേ എത്ര സമയത്ത് ഫ്ലൈ ആയിരുന്നു ടോട്ടൽ? ഏതാണ്ട് ഒരു 13-14 മണിക്കൂർ കാണും. ഓക്കെ, അപ്പോഴേക്കെത്തി. അതെ. ലേ ഓവർ ഒന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, എത്തിയിട്ടില്ല. എത്താൻ ഇപ്പം കുറേ പ്രയാസപ്പെട്ടു. ഇപ്പം എത്തിയിട്ടില്ല അവിടെ. ഇപ്പം എയർപോർട്ടിൽ എത്തിയിട്ടില്ല. അപ്പോൾ എയർപോർട്ടിലെത്തി കൗണ്ടറിൽ ചെന്ന് നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ. കൗണ്ടറിൽ എങ്ങനെ വെച്ചാൽ ഇനി എല്ലാവരും ചെല്ലുമ്പോൾ ഞാനും അവിടെ പോയി. ഞാൻ ടിക്കറ്റ് കാണിച്ച് പോകണം. അവരയച്ചെന്ന ടിക്കറ്റാണ്, ഇൻ്റർനാഷണൽ ടിക്കറ്റ്. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞ്, എനിക്ക് മലയാളം അല്ലാതെ ഒരു ഭാഷയൊന്നും അറിയില്ലല്ലോ, വിചാരിച്ചാലും നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റിൽ സിഡ്നി വരെ പോകാൻ പറ്റില്ല. സീറ്റ് ഇവിടുന്ന് സിംഗപ്പൂർ വരെ ഉള്ളൂ. സിംഗപ്പൂർ പോയിട്ട് ഇറങ്ങേണ്ടി വരും. പിന്നെ അടുത്ത ഫ്ലൈറ്റ് കിട്ടുമ്പോൾ അവിടുന്ന് പോകണം. അതാണ് അവരെന്നോട് പറയുന്നത്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അടുത്ത് ഒന്നാമത്തെ അന്ന് എനിക്കറിയില്ല, ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ ചെക്ക് വേണോ അല്ലെങ്കിൽ ഡോളർ വേണോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല, ഒന്നും വെച്ചിട്ടുമില്ല. കുറച്ച് ഇന്ത്യൻ ഉറുപ്പ്യൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ
ഈ ഇന്ത്യൻ ഉറുപ്പ്യ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇന്ത്യൻ ഉറുപ്പ്യ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഏട്ടാ കൊണ്ടുവന്നത്. അതിന് പകുതി എടുത്ത് അഞ്ചിന് കൊടുത്ത് എൻ്റെ യാത്രക്കുള്ള ചിലവിലൊക്കെ ഉപയോഗിച്ചത് പകുതി ഞാൻ കയ്യിൽ വെച്ചു. ഞാൻ മദ്രാസ് പോയിട്ട് ഇറങ്ങി. മദ്രാസിൽ ഇതാണ് അറിയുന്നത്, എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന വിവരം ഇതാണ്, നിങ്ങൾക്ക് സിംഗപ്പൂർ വരെ ഫ്ലൈറ്റ് ഉണ്ട്, ഫ്ലൈറ്റ് പോകാം, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് കിട്ടും വരെ പോകാൻ. ഞാൻ അവരോട് പറഞ്ഞ് എൻ്റെ അടുത്ത് പൈസ ഇല്ല, എൻ്റെ അടുത്ത് ഭാഷ ഇല്ല, എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ സിംഗപ്പൂരിൽ പോയിട്ട് എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, ഐ എം ഗോയിങ് ബാക്ക് ടു കേരള ജി എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ആലോചിച്ചു, ഇത് മദ്രാസാണല്ലോ, മദ്രാസിൽ ഒരുപാട് മലയാളക്കാരുണ്ട്, കച്ചവടക്കാർക്ക് ഹോട്ടലുകാരും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കിവിടെ ഒരു മലയാളക്കാരൻ ഹോട്ടലുകാരനെ കണ്ടുമുട്ടണം, ഹോട്ടൽ മാനേജർ. അതാണ് എൻ്റെ എയിം. അടുത്തത് പോകാൻ ഞാൻ വിചാരിച്ചു, കേരളത്തിൽ തിരിക്കാൻ വിചാരിച്ചതാണ്, കേരളത്തിൽ തീരുമാനിച്ചു. അതെ, കാരണം ഒക്കെ ശരിയായിട്ടല്ലാതെ പോകാൻ പറ്റില്ല. അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് വിചാരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ പിന്നെ 1-2 ദിവസം തന്നെ അവിടെ താമസിക്കുന്നത്, നമ്മളടുത്ത് പൈസ ഒന്നുമില്ലല്ലോ, ഹോട്ടലിൽ താമസിക്കാൻ പൈസ വേണം, അത് അറിയില്ല, ഏതാ ഹോട്ടലിൽ പോകുന്നത്, എവിടെ ലോഡ്ജ്, എവിടെ ഹോട്ടൽ, ഇതൊന്നും നമുക്ക് അറിയില്ല, ഭാഷ അറിയില്ല അവിടുത്തെ. അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവിടെ ഒരുപാട് ഹോട്ടലുകാരുണ്ട്, തൃശ്ശൂർക്കാരും തിരൂർക്കാരും ഒക്കെ. അപ്പോൾ അങ്ങനെ ഞാനൊരു മലയാളിന്ന് കണ്ടിട്ട് മനസ്സിലാവുന്ന ഒരു വ്യക്തിനെ കണ്ടപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഇവിടെ ഏതെങ്കിലും മലയാളക്കാർ ഹോട്ടലുണ്ടോയെന്ന് വെച്ചു. അപ്പോൾ അയാളിനോട് പറഞ്ഞു, ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി, എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, എയർപോർട്ടിൽ അവിടെ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ ഇന്ന ബസ് കയറി, ഇത്ര നമ്പർ ബസ് കയറിയിട്ട് ഇന്ന സ്ഥലത്ത് ഇറങ്ങി, ഒരു ജംഗ്ഷനാണ്, അതൊന്നും ഇപ്പം ഓർമ്മയില്ല. അവിടെ കയറി അവിടെ ഇറങ്ങിയാൽ നിങ്ങൾക്കൊരു ബോർഡ് കാണാം, അത് തൃശ്ശൂർക്കാരെ ഹോട്ടലാണ്, ഒരു മുസ്ലിം ഹോട്ടൽ, ആ ഹോട്ടലിലേക്ക് നിങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞു, അവിടെ പോകலாம். അപ്പോൾ ഞാൻ ആ പറഞ്ഞ മാതിരി ബസ് കയറി ആ ജംഗ്ഷനിൽ വന്നിറങ്ങി ഉള്ള പൈസക്ക് ആ ഹോട്ടൽ അന്വേഷിച്ച് പോയി. ഹോട്ടൽ മാനേജറെ കണ്ട്, നല്ലൊരു മനുഷ്യനായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം എനിക്ക് അയാളെ പേരൊന്നും അറിയില്ല, അപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ല. ഏതായാലും അയാൾക്ക് ഇന്നെ കണ്ടപ്പോൾ വല്ലാതൊരു സാധാവായി, കാരണം ഒരു മൊയിലിയാറാണല്ലോ, തലകെട്ടൊക്കെ കിട്ടിയൊരു മൊയിലിയാറാണ്, നാടൻ മൊയിലിയാർ, മലയാളക്കാരൻ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങളെങ്ങനെ ഇവിടെ വന്ന് പെട്ടത്? അപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എയർലൈൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അയാളിനോട് പറഞ്ഞു, ഇത് റമളാൻ ഇനി ഒരാഴ്ച 2 ആഴ്ച ബാക്കിയുണ്ട്, ഒരു 10 ദിവസം സംതിങ് ലൈക്ക് ദാറ്റ്. എന്നോട് പറഞ്ഞ്, നിങ്ങളൊന്നും മേടിക്കണ്ട, ഭക്ഷണം ഇവിടെ ഉണ്ട്, താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, പിന്നെ നമ്മളെ ജോലി ചെയ്യുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്, ഓൽക്ക് നിങ്ങൾ തറാവിയും കയറിച്ചോളി, അവിടെയും ജോലി ഉണ്ട് മോചാരായതുകൊണ്ടല്ലേ, തറാവി കയറിച്ചോളി, ഭക്ഷണമൊക്കെ ഇവിടുന്ന് കഴിച്ചോളി, ഇവിടെ താമസിച്ചോളി, ബാക്കിയുള്ള ഞാൻ ഏറ്റെടുത്തു, പ്രശ്നം നോക്കണ്ട, ഒരു എന്താ പറയുക, ഒരു സമ്മർദ്ദം നിങ്ങൾക്ക് വേണ്ട, ഒരു പ്രശ്നത്തിലുള്ള ടെൻഷനൊന്നും വേണ്ട എന്ന് അയാൾ സമാധാനിപ്പിച്ചു. മാഷാ അല്ലാഹ്, നല്ലൊരു മനുഷ്യനായിരുന്നു, വെരി ഗുഡ് മാൻ. അങ്ങനെ സമാധാനമല്ലോ, ഭക്ഷണമുണ്ട്, താമസമുണ്ട്, ഇനിയിപ്പോൾ അടങ്ങനെ കൂടിയാണ് ഈ പറഞ്ഞ മാതിരി. അപ്പോൾ അയാൾ എന്നോട് എനിക്ക് ചോദിച്ചു, മാനേജർ ഫിജിയിലത്തെ നമ്പർ വാങ്ങിയിട്ടുണ്ട്, എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ടെലിഫോൺ നമ്പർ എന്നോട് ചോദിച്ച് മാനേജർ വാങ്ങി. കാരണം അന്നൊക്കെ ഹോട്ടലിൽ നടത്തുന്ന ആൾക്കാർക്ക് കുറച്ച് സാമർത്ഥ്യം ഉണ്ടാവല്ലോ, അറിയാം അവർക്ക്, ഇവിടെ വന്ന് നടത്തുകയാണല്ലോ, അപ്പോൾ അവർക്കെല്ലാം ഐഡിയ ഉണ്ടാവും. അപ്പം എന്നോട് ടെലിഫോൺ നമ്പർ വാങ്ങി അങ്ങോട്ട് വിളിച്ചേക്ക്, ഫിജിയിൽ അയാൾ വിളിച്ചു. ഫിജി വളരെ ദൂരത്തെ വളരെ ചാർജാണ് കാലത്ത്. അപ്പോൾ ഫിജിത്ത് വിളിച്ച് അവരോട് പറഞ്ഞ്, നിങ്ങളൊരു മൊയിലിയാരെ എയർ ഇന്ത്യ ഇവിടെ കൊണ്ടുവന്ന് വിഷമിപ്പിച്ചിരിക്കുന്നു. അതാണ് അവർ പറയുന്നത്, അവർക്ക് കിട്ടിയ ന്യൂസ് അതാണ്, നമ്മൾ സംഭവം അനുഭവിച്ചു ഇത് തന്നെ, കള്ളത്തരമൊന്നും പറയുന്നില്ല. അപ്പോൾ അവരിത് കേട്ടപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ കോയക്ക, അയാളെ മൂത്ത മോന അവിടുത്തെ വക്കീലുമാണ്, അയാൾ ഓപ്പോസിഷൻ ലീഡർ
MS കോയ എന്ന അയാൾ. MS കോയ കാരണം ഫിജിയുടെ മലയാളിയാണ്, മലയാളിയാണ്, ഓപ്പോസിഷൻ ലീഡറാണ്. ഓപ്പോസിഷൻ ലീഡറാണ്, ടോപ്പ് വക്കീലുമാണ് അവിടുത്തെ. അവരൊക്കെ പഠിപ്പിച്ചിരിക്കുകയാണ് കോയക്ക. അപ്പോൾ അയാളാണ് നമ്മളെ മുസ്ലിം സൊസൈറ്റി ഉണ്ടല്ലോ. ഇപ്പോഴും ഈ കോയൊക്കെ ഉണ്ടോ? ഇല്ല, അല്ല, ഈ വക്കീലൊക്കെ ഉണ്ടോ? ഇല്ല, അയാളൊക്കെ മരിച്ചു. അപ്പോൾ ഇവരാണ് ഇവരൊക്കെ നേതാവ്. നമ്മളെ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് മലയാള അസോസിയേഷനാണ്, മൗനത്തുൽ ഇസ്ലാം അസോസിയേഷൻ. മൊയ്നത്തുൽ ഇസ്ലാം അസോസിയേഷൻ എന്നാണ് ഫിജിയിലെ സംഘടനയുടെ പേര്. മുമ്പ് അതിന് വേറെ പേരുണ്ടായിരുന്നു, തെൻ ഇന്ത്യ മുസ്ലിം അസോസിയേഷൻ ഒക്കെ അക്കാലത്തുള്ള ആക്കി. അതിന് ശേഷം ഒരു വെച്ചത് മൗനത്തുൽ ഇസ്ലാം. അതവർക്ക് കിട്ടിയത് മൗനത്തുൽ മുസ്ലിമീൻ പൊന്നാനി ഉണ്ടല്ലോ, ആ സഭ, അതിൽ നിന്ന് കിട്ടിയതാണ് അവർക്ക് പ്രചോദനം. അങ്ങനെ അതിൻ്റെ എന്താണ് ഒരു നേതാവും കൂടിയാണ് ഈ വക്കീൽ സാഹിബ്. ഇവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വക്കീലാണല്ലോ, ടോപ്പ് വക്കീലാണല്ലോ മൂപ്പരത്തൊക്കെ പോലെ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണല്ലോ നമ്മളെ വിഷമിപ്പിച്ചെന്ന് പറഞ്ഞാൽ. അപ്പം പോകാൻ പറ്റിയ സ്ഥലം തന്നെ വക്കീലിൻ്റെ ഓഫീസിലാണ്. അപ്പോൾ വക്കീലിൻ്റെ ഓഫീസിൽ പോയി വക്കീലിനോട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതെയോ, ഓക്കെ. അപ്പോൾ അന്ന് വക്കീൽ നേരിട്ട് ഒരു കോൾ ചെയ്ത് എയർ ഇന്ത്യ മാനേജർക്ക് മദ്രാസിലുള്ള ജി. അപ്പോൾ ഇവിടെ കോൾ ചെയ്യുന്ന ആരാ? ഓപ്പോസിഷൻ ലീഡറാണ്. ഈ ഫിജി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഓപ്പോസിഷൻ ലീഡറാണ് ഈ എയർ ഇന്ത്യൻ്റെ മാനേജർ കോൾ ചെയ്യുന്നത്, ഒരു മൂല്യർക്കും വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവർക്ക് വല്ലാത്തൊരു പ്രശ്നമായി. അവർക്ക് പൊസിഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരാളെ കൊണ്ടൊന്നും ഇവിടെ വിഷമിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് എയർ ഇന്ത്യ. അപ്പോൾ അവർ ഉടനെ പിന്നെ ഹോട്ടലിലൊക്കെ കോൾ ചെയ്ത്, ഞാൻ നിൽക്കുന്ന ഹോട്ടലിലേക്ക് മാനേജർ പറഞ്ഞ് മുല്യാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കി, അതൊക്കെ ഞങ്ങളത് ചെയ്തോളാം, ഒന്നും ആക്ക വിഷമം. നിങ്ങൾ VIP ആയി പെട്ടെന്ന്. അപ്പോൾ എന്നിട്ട് വിളിച്ചു പറഞ്ഞ് അടുത്ത ഞെട്ടിണ്ടാവൂലേ, ഏതപ്പോ ഈ മൂല്യർക്ക് ഒരു ഓപ്പോസിഷൻ ലീഡർ ഒരു രാജ്യത്തിന്റെ വിളിക്കുന്നേ. അതെ. അപ്പോൾ അതൊക്കെ അതിൽ വരുമല്ലോ. അങ്ങനെ എന്താ വിളിച്ചപ്പോൾ എന്നിട്ട് പറഞ്ഞ് ഏറ്റവും അടുത്ത ഫ്ലൈറ്റിൽ 1-2 ദിവസം കഴിഞ്ഞിട്ടുള്ള, അപ്പോഴത്തെ വരെ 4-5-6 ദിവസം പോയിട്ടുണ്ടാവും. അടുത്ത ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് പോകാമെന്നാണ്. അതിന് വിളിച്ചതിന് ശേഷം 2 ദിവസം എത്തേണ്ടുള്ളൂ അടുത്ത ഫ്ലൈറ്റിൽ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മദ്രാസിൽ നിന്ന് നേരിട്ട് പോവാം, നോ പ്രോബ്ലം എന്നാണ്. ആയിക്കോട്ടെ എന്നാൽ. അപ്പോൾ സന്തോഷമായി, എല്ലാം സുഖമായി. ഞാൻ മാനേജർക്ക് ഇതൊക്കെ അറിയാം. അവർ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ സുഖമായിട്ട് പോയിക്കളി, ഞങ്ങൾക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ സുഖമായിട്ട് അവിടെ എത്തിപ്പോണം, ഇനി അവിടുത്തെ ദീനി സേവനത്തിന് പോകാണല്ലോ, ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരും യാത്രയാക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഇടയ്ക്ക് ഞാനൊന്ന് ആലോചിച്ചിട്ട്, മുമ്പ് പ്ലെയിനിൽ കയറിയപ്പോൾ തുണി എടുത്ത് കയറിയാണല്ലോ, എല്ലാവരും ഫാൻ്റെ കൊടുത്തു. അതിൻ്റെ പൈസ കുറവാണെങ്കിലും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, അവിടെ ഹോട്ടലിൽ നിൽക്കുമ്പോൾ എനിക്കൊരു പാൻറ്റ് വാങ്ങണം. അന്ന് നമ്മൾ കാണുന്ന ഫാൻറ്റ് കാക്കി ഫാൻ്റാണ്, ഈ കണ്ടക്ടർമാർ ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. അത് വാങ്ങാനേ പൈസയൊന്നും കയ്യിൽ, അതിനാണ് വിലക്കുറവല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റി അവർ ഫാൻറ്റ് വീഡിയോ കണ്ട്, അപ്പോൾ ഫാൻറ്റ് വാങ്ങി, ഉള്ള പൈസ വാങ്ങി കൊണ്ടുവന്ന് പോകാൻ നേരത്ത് ഞാൻ ആ ഫാൻറ്റ് കൊടുത്തിട്ടാണ് എയർപോർട്ടിൽ പോകുന്നത്. ആദ്യമായിട്ട് ഫാൻറ്റ് എടുക്കണം. ആദ്യമായിട്ട് ഫാൻറ്റ് എടുക്കണം, അത് തന്നെ കാക്കി ഫാൻറ്റ് കൊടുത്ത് എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഒരു ഭയങ്കര പരിഗണന തന്നോ? അതെ, കാരണം വലിയ ആളല്ലേ, വലിയ ആളാണ്. ആളിന് എന്താണെങ്കിലും അവർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ആൻഡ് അടിസ്ഥാനത്തിൽ ഞാനൊരു വലിയ ആളാണ്. ഭയങ്കര സംഭവമായി ഓൽക്കുന്ന ഭയങ്കര സംഭവം. അങ്ങനെ അവിടുന്ന് പിന്നെ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിലെ അറ്റൻഡൻസൊക്കെ അവർക്കൊന്നും മലയാളമൊന്നും അറിയില്ല, എന്നാലും അറിയുന്ന മലയാളവും ഹിന്ദിയോ അല്ല ഇംഗ്ലീഷോ എന്തൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ അവിടുന്ന് പോവുകയാണ്. നമുക്കും അറിയില്ലല്ലോ എത്ര ദൂരം പോകണം എന്നുള്ളത്. അതൊന്നും നിങ്ങൾക്ക് അന്നൊരു ധാരണയില്ല എത്ര ദൂരം പോകണം. സിംഗപ്പൂർ വന്ന്, സിംഗപ്പൂരിൽ നിന്ന് പിന്നെ അന്ന് പേടിയൊന്നും തോന്നിയില്ലേ? പേടിയൊന്നും തോന്നിയില്ല. അല്ലാൻ്റെ അനുഗ്രഹത്തോട് എനിക്കറിയില്ല. ഞാൻ പുറത്തേക്കാട്ട് പോവുകയാണ്.
വിദേശത്തേക്ക് പോവാണ്. അതെന്റെ മനസ്സിൽ അതെ അതെ, അത് എത്ര ദൂരാണെന്നൊന്നും ദൂരാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും ഒരു ഐഡിയ ഇല്ല, ഒന്നും അറിയില്ല, ആരുമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല, പറഞ്ഞു തരാൻ ആരും ഇല്ലതാണ്. ആ നിരക്ക് ഫ്ലൈറ്റ് കുത്തിരിക്കുക, ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ വലിയ ഫ്ലൈറ്റ് കുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുത്തിരിക്കുമ്പോഴുള്ള എൻജോയ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. സിംഗപ്പൂർ പോയി ഇറങ്ങി, അവിടുന്ന് രണ്ടാമത് അവിടുന്ന് അതേ ഫ്ലൈറ്റിൽ തന്നെ പുറത്ത് പോയി ഇറങ്ങി, പുറത്തുനിന്ന് ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അതേ ഫ്ലൈറ്റിൽ തന്നെ സിഡ്നിയിലെത്തി. സിഡ്നിയിലെത്തിയപ്പോൾ പിന്നെ ഓലോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ ഫ്ലൈറ്റിലാണ് പോകേണ്ടത്. ഓല് പറഞ്ഞു. അപ്പോൾ നാന്ദിയാണ് എയർപോർട്ട്, ഫിജി, നാന്ദി ഫിജി എയർലൈൻ എന്തോണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ ഫ്ലൈറ്റ് ഇപ്പോഴല്ല, ഫ്ലൈറ്റ് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് വരുള്ളൂ. അപ്പോൾ ഞാൻ പറയും 5-6 മണിക്കൂർ ഞാനിവിടെ ഇരിക്കണം, ഭക്ഷണമൊന്നും കഴിക്കാതെ വിശന്നുകൊണ്ട് എന്താ ചെയ്യുക, പ്രശ്നമാക്കണ്ട, അതിന് നമ്മൾ ടോക്കൺ തരാം, നമുക്ക് വിശക്കുമ്പോൾ പോയിട്ട് കഴിച്ചാൽ മതി, ഞങ്ങൾക്ക് വിശക്കുമ്പോൾ പോയിട്ട് കഴിച്ചോളി, എയർലൈൻ വരുമ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് കുത്തിട്ടാൽ മതി. അങ്ങനെ ഒരു ടോക്കനൊക്കെ തന്ന് ഞാനാണ് ഭക്ഷണമൊക്കെ കഴിച്ച് എയർലൈനിൽ കുത്തിരുന്ന് ഫിജിയിൽക്ക്. അവിടുന്ന് 3 or 4 hours പുറത്തുനിന്നോ അല്ല സിഡ്നി നാന്ദിയിലേക്ക് പോവുക. അപ്പോൾ പറഞ്ഞിട്ട് റമദാനാണ്, റമദാനിലാണ്. അപ്പോൾ നാന്ദിക്ക് പോകും. ഞാൻ നാന്ദിയിലെത്തി ഇറങ്ങുമ്പോൾ എന്തായി, പെരുന്നാളായി. അത് ശരി, അതെ, പെരുന്നാളിലാണ് പെരുന്നാൾ രാവിലാണ് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങുന്നത്. പെരുന്നാൾ രാത്രി എയർപോർട്ട്, ചെറിയ പെരുന്നാൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് അവരെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അവർ ബസ് നിറയെ ആളുമായിട്ടാണ് വരുന്നത്, കാരണം വലിയ മൊയിലേറല്ലേ സ്വീകരിക്കാൻ. ഇന്ത്യന്ന് വരികയല്ലേ, കേരളത്തിന് വരികയല്ലേ, ഷാഫി പണ്ഡിതൻ വരികയാണല്ലോ. അപ്പോൾ അവർ സ്വീകരിക്കണം. അവർക്കുള്ള വിവരത്തിനനുസരിച്ച് ഒരു ബസ്സുമായിട്ട് വരുന്നത് എന്നെ സ്വീകരിക്കാൻ. അപ്പോൾ അതിൽ 2-3 ആൾക്കാർ മലയാളം കുറച്ച് അറിയുന്നവരുണ്ടായിരുന്നു. അതുപോലെ ബാപ്പാർ പഠിപ്പിച്ച മലയാളം എല്ലാവർക്കും ഒന്നും അറിയില്ല. ബാക്കിയുള്ളവർക്ക് ഹിന്ദിയോ ഉറുദോ മറ്റുള്ള ലാംഗ്വേജൊക്കെയാണ് സംസാരിക്കുക. ഒരു 2-3 ആൾക്കാർക്കാണ് ഹിന്ദി ഉറുദു ഒന്നും അറിയില്ല, കുറച്ചെന്തെങ്കിലും അറിയാൻ, സംസാരിക്കാനൊന്നും അറിയില്ല. അങ്ങനെ ഓല് സൽക്കരിച്ച് ഞാൻ ബസ്സിൽ പോയി ഇരുന്ന് സുഖമായിട്ട്. അപ്പോൾ ഈ മലയാളം അറിയുന്ന മുമ്പ് എന്നോട് സംസാരിച്ച ആളുണ്ടല്ലോ ഇവിടെ കേരളത്തിലാണ്, അയാളുടെ പേര് അബൂബക്കർ, അയാൾ മരിച്ചുപോയി, മൗലവി അബൂബക്കർ എന്ന് പറയും. അയാൾ എന്നോട് വന്നിട്ട് ചെവിട്ടിൽ ഒരു സ്വകാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് വളരെ അഭിമാനമായി നിങ്ങൾ ഈ ഫാൻ കൊടുത്ത് വന്നതെന്ന്. നോക്കി അല്ലാഹ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ അഭിമാനം. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ്, മലയാളത്തിൽ ചോദിച്ചു. മുമ്പൊരു മൊയ്ലിയാർ കൂടെ വന്നിനല്ലോ, അസംകുട്ടി മൊയ്ലിയാർ, അയാൾ തുണി കൊടുത്തായിരുന്നു നന്നായി. അപ്പം ഞങ്ങൾക്കെല്ലാം അത് വളരെ മോശമായി. കാരണം അവിടുത്തെ ഫിജിയൻസ് എന്ന് പറഞ്ഞ നാടന്മാരുണ്ട്, ഓരോരു തരത്തിലുള്ള തുണിയൊക്കെ കൊടുത്ത് നടക്കുന്നവരാണ്. അപ്പോൾ മൊയ്ലിയാറൊക്കെ വരുമ്പോൾ ഒരു മോഡേണൈസ്ഡ് ഒരു വേണമല്ലോ അതൊന്നും. അപ്പം നമ്മളെ നാട്ടിലൊന്നുമില്ലല്ലോ നാട്ടിലെക്കാലത്ത് എല്ലാവരും തുണിയാണല്ലോ. അപ്പോൾ അയാൾ തുണി കൊടുത്ത് വന്നതുകൊണ്ട് ഓൽക്കാർ മോശമായിട്ടുണ്ടാകുന്നു. അതേ സമയത്ത് ആ സ്ഥാനത്ത് ഞാൻ ഫാൻ്റെ കൊടുത്ത് വന്നതുകൊണ്ട് ഓൽക്കതൊരു അഭിമാനവുമായി. അതിന് വേണ്ടി ചിലപ്പോൾ ഈ കറക്കൊക്കെ കറക്കിച്ചല്ലേ പഠിച്ചോന്, അതായിരിക്കും. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഇത്ര അധ്വാനിച്ചൊരു ഫാൻ്റെ കൊടുത്ത് ഇവിടെ വന്നിട്ട് അതിനൊരു അംഗീകാരം കിട്ടിയല്ലോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ എന്തേ തോന്നിയത്? അവിടെ ഫിജിയിൽ ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അത്ര ഒരു ക്രൗഡഡായ രാജ്യമല്ല, ഇവിടെ കുറഞ്ഞ ആൾക്കാരുള്ളൂ. അപ്പോൾ ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന 2-3 ആൾക്കാർ അതിലുള്ളൂ. ബാക്കിയുള്ളവരൊന്നും മലയാളം സംസാരിക്കില്ല, മലയാളം അതിലിട്ട് അറിയില്ല. അതേ സമയത്ത് ഓലൊക്കെ മലയാളക്കാരാണ്, മലയാളക്കാരെ കുട്ടികളാണ്. ഓലൊക്കെ വലിയ എന്താണ് ഒരു നമ്മളെ മൊഴിയാർ എന്നുള്ള നിലക്ക് വലിയ സംഭവമായിട്ടാണ് ഓലൊക്കെ വരുന്നത് സ്വീകരിക്കാൻ. ഓൽക്ക് അതിൽ സന്തോഷം. അവിടെ ഒരു എപ്പിസ്താദായിട്ടാണ് നിങ്ങൾ പോകുന്നത്.
അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഏതാണ്ട് 30 മൈലുണ്ട് എയർപോർട്ടിൽ നിന്ന് എനിക്ക് വരേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ അവർ കൂടെ വന്ന് അതിന് ആ സ്ഥലത്ത് നിന്ന് പറയുക ബാന്ന് ഡിസ്ട്രിക്ട് BA ബാ. മറ്റേ മുസ്ലിയാറുകളെ ഡിസ്ട്രിക്ട് എന്ന് പറയുക ലത്തോക്കാണ്. ലത്തോക്ക അത് ദൂസരി വേറൊരു ഡിസ്ട്രിക്ട്. ആ നാന്തി എന്ന് പറഞ്ഞാൽ വേറൊരു ഡിസ്ട്രിക്ട് എയർപോർട്ടുണ്ട്. ഇനി ഫിജിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയണം, അവിടുത്തെ അനുഭവങ്ങൾ. ഫിജി പറഞ്ഞ രാജ്യം എങ്ങനെ ഉണ്ടായത്, അവിടുത്തെ ഒരു ചരിത്രമൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ പറയാൻ തോന്നണം. അതെ പറയാം ജി. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പം ഇവർക്ക് ദീനി സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എത്തുന്നത്. അപ്പോൾ എനിക്ക് മലയാളം അറിയില്ല, ഉറുദു അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ബാക്കിയുള്ളവർക്കൊക്കെ ഉറുദു അറിയാം അല്ലേ, ഈ കുട്ടികൾക്ക് ഉറുദു അറിയാം, എല്ലാവർക്കും ഉറുദു പീവ ഉറുദു അല്ല, അത് ബ്രോക്കൺ ഉറുദു ആണ്. കാരണം എല്ലാത്തിലും മിക്സാണ്. കാരണം എല്ലാ ഭാഷയും അവിടെ എത്തിയിട്ടുണ്ടല്ലോ. അവിടെ ഒരു മിക്സഡ് സാധനം ഉണ്ടായി. അതെ, എല്ലാ ഭാഷയും എത്തിയാൽ എല്ലാവരും കൂടി പറയുന്ന ഒരു ഉറുദു എല്ലാവരും പറയുന്നുണ്ട്. അതിൽ എല്ലാ ഭാഷയിൽ നിന്നും കുറച്ചൊക്കെ ഉണ്ട്. മലയാളം ഉണ്ടാവും, ഈ തമിഴ് ഉണ്ടാവും, കർണാടക ഉണ്ടാവും, ബംഗാളി ഉണ്ടാവും. എല്ലാവരും കുറച്ച് കൂടിയിട്ടുണ്ടാവും. ആ ഭാഷക്ക് വേറെ പേരുണ്ടാവും? ഇല്ല, വേറെ പേര് ഉറുദു തന്നെ. ആ ഭാഷ അവർ പഠിപ്പിക്കുന്നില്ല അവിടെ. അക്കാലത്ത് പറയും, സംസാരിക്കും, കമ്മ്യൂണിക്കേഷൻ ആ ഭാഷയിലാണ് അധികവും ഇന്ത്യൻസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ മദ്രാസ് തമിഴ്നാട്ടുകാരാണെങ്കിൽ അവർ മദ്രാസിൽ ആയിരിക്കും. പിന്നെ മറ്റുള്ള ഓരോരോ സ്റ്റേറ്റുകാരുണ്ടല്ലോ, സ്റ്റേറ്റ് ഭാഷ അവർ സംസാരിക്കും. നമ്മളപ്പം ഈ ഫിജിനെ കുറിച്ച് കുറച്ച് പറയാം. ഈ ഫിജി എന്ന് പറയുന്നത് എങ്ങനെയാണ് ബ്രിട്ടീഷ് കീഴിൽ വരുന്നത്? അതിൻ്റെ മുന്നേ അവിടെ ആരാ താമസിച്ചിരുന്നത്? അതെ, ഫിജിയിൽ ആദ്യം താമസിച്ചിരുന്നത് ആഫ്രിക്ക എന്ന് വന്ന കുറച്ച് ആൾക്കാരാണ്. അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അല്ല, അവർ അവിടെ എത്തിപ്പെട്ടത് കപ്പലിലോ മറ്റോ മറിച്ചോ ഒക്കെ ആയിട്ട് എത്തിപ്പെട്ടതാണ്. അന്ന് അവർ കാടന്മാരായിട്ടാണ് അവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അവർ ഹിസ്റ്ററിയിൽ മനുഷ്യന്മാരെയും കൂടി ഓല് തിന്നലുണ്ട്. അതെ, പിന്നെ ഈ ബ്രിട്ടീഷുകാർ ഷൂ ഒക്കെ ഒരു ബോയിൽ ചെയ്ത് സൂപ്പാക്കിയൊക്കെ കഴിച്ച ചരിത്രങ്ങളുണ്ട്. അവിടെ മനുഷ്യന്മാരെ തിന്ന ഒരു വ്യക്തിൻ്റെ കബറാണ് കണ്ടിട്ടുണ്ട്. കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ വേട്ടയാടി തിന്നുന്ന അത്രയും സംസ്കാരമില്ലാത്ത അപരിഷ്കൃതരായ അവർക്ക് വീടില്ല, ഒന്നുമില്ല. അന്നൽക്ക് അവരുടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? അവരുണ്ട്. അവരൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടു പോയി. അവർക്ക് പറയാ, ഇപ്പോഴും പറയാ ഫിജിയൻ, ഒറിജിനൽ ഫിജിയൻ. അവരാണ് ഒറിജിനൽ. അവർ ഫിജിയൻ ഒറിജിനൽ, മറ്റൊരു ഫിജിയൻ ഇന്ത്യൻ. ഓക്കെ. എത്ര പോപ്പുലേഷൻ ഉണ്ട് നിങ്ങളവിടെ ഉള്ളപ്പോൾ? ഞാൻ അവിടെ ഉള്ളപ്പോൾ 1 മില്യൺ ആണ്. 1 മില്യൺ ആണ് അവിടുത്തെ പോപ്പുലേഷൻ. അതെ, 1 മില്യണിൽ മോർ ദാൻ 50% ഈ 55% അന്ന് ഇന്ത്യൻസാണ്. ഓക്കെ. ഈ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യൻസ്, എല്ലാ ഭാഷക്കാരും, മലയാളികളും എല്ലാ പാകിസ്ഥാൻ മുതൽ നമ്മുടെ കേരളം വരെയുള്ള എല്ലാവരും ഉണ്ട്. ഈ ഒറിജിനൽ ഫിജിയൻസ് സംസാരിക്കുന്ന ഭാഷ ഏതാ? ഓലതായ ഒരു ഭാഷ ഉണ്ട്. ഏതാ? അതിന് ഫിജിയൻ എന്നാണ് പറയാം. നിങ്ങൾക്ക് അറിയോ? അതെനിക്ക് അറിയില്ല. ബോല ബോല എന്ന് പറയും. ബോല ബോല എന്ന് പറഞ്ഞാൽ അവരുടെ റിലീജിയൻ ഏതാ? അവരുടെ റിലീജിയൻ മുമ്പ് അവർക്ക് റിലീജിയൻ ഇല്ല. പിന്നെ ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരെ ക്രിസ്ത്യൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു. പിന്നെ വിദ്യാഭ്യാസമുള്ളവരൊക്കെ ക്രിസ്ത്യനായി. അതെ, അതിൽ മിക്കവാറും ഇപ്പോൾ ഫിജിയൻസ് ഓൾമോസ്റ്റ് 90% ക്രിസ്ത്യൻസാണ്. കാരണം ഇവർ ഒരുപാട് അധ്വാനിച്ചുകാട് മിഷനറി സ്കൂളുകളും മറ്റും മറിച്ചൊക്കെ ആയിട്ട് അവർക്ക് ഓൺലി ഈ ഫിജിയൻ അല്ല അവരുദ്ദേശിച്ച എല്ലാവരെയും കൂടിയാണ്. ഇന്ത്യൻസ് വന്ന ആൾക്കാരുണ്ടല്ലോ, എല്ലാവരെയും ക്രിസ്ത്യനാക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർക്ക് അന്നുണ്ടായത്. കാരണം ഇവർക്കും വിവരമല്ലല്ലോ, വിദ്യാഭ്യാസമല്ലല്ലോ. ഒരുപാട് മദ്രാസി പീപ്പിളൊക്കെ ക്രിസ്ത്യനായി മാറിയിട്ടുണ്ട് അവിടെ ചെന്നൈ. കേരളക്കാരും അല്ലാതെ ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ജനസംഖ്യ 1 മില്യൺ അതിൽ മോർ ദൻ അക്കാലത്ത് മോർ ദൻ ഹാഫ് ഇന്ത്യൻസ് ആയിരുന്നു. പക്ഷേ പിന്നെ ഓൾക്ക് അവിടെ ഇൻഡിപെൻഡൻ്റ് കിട്ടിയത്
ഒരു 4-5 വർഷം മുമ്പാണ് ഞാൻ ഇറങ്ങുന്നതിൻ്റെ. അടുത്ത വർഷമായിട്ട് ബ്രിട്ടീഷ് കോളനിയായിരുന്നു. അപ്പം നിങ്ങളുള്ളപ്പം ബ്രിട്ടീഷ് കോളനിയാണ്? അല്ല, ഞാൻ ചെല്ലണതിൻ്റെ ഒരു 5 കൊല്ലം മുമ്പാണ് ഒരു സ്വതന്ത്രമാകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എത്ര കൃത്യമായിട്ട് എനിക്കറിയില്ല. കുറച്ച് കൊല്ലം മുമ്പ് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയതാണ്. അത് ഗൂഗിൾ നോക്കിയാൽ കിട്ടും. അതെ അതെ. അപ്പോൾ അങ്ങനെ അവിടെ ഭരിക്കുന്നത് ഇപ്പോൾ ഫിജിയൻസ് ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. അന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ ഇവർക്ക് മെജോറിറ്റി ഉണ്ടെങ്കിലും സീറ്റില്ല. അവർക്ക് സീറ്റ് കുറവാണ്. അവരാണ് ഭരിക്കുന്നത്. അവർ പോലീസും പട്ടാളവും ഒക്കെ അവരതാണ്, ഫിജിയൻസിൻ്റെ. ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അങ്ങനെ എങ്ങനെ ആയി മാറിയത്? അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെ ബോട്ടിങ്ങിലൊക്കെ പോയല്ലോ. അപ്പോൾ അവർ ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ സൗകര്യങ്ങളുണ്ട് ഫിജിയൻസിന്. നാട് ഫിജിയൻസിൻ്റെ ആണ്. ഇവർ വന്നുകൂടിയവരല്ലേ. അതെ അതെ, ഇവർ വരുത്തന്മാരാണല്ലോ. വരുത്തന്മാരാണ്. അവർക്ക് ഭൂമിയില്ല. ഭൂമിയൊക്കെ ഓരോ പേരിലാണല്ലോ. മറ്റോരോ പേരിലാണ്. അതെ, മറ്റുള്ള പേരിൽ 2 വിധത്തിലുള്ള ഭൂമിയുണ്ട്. ഒന്ന് ഫ്രീ ഹോൾ എന്ന് പറയും, ഒന്ന് ലീസ്റ്റ് എന്ന് പറയും. ആ ഫ്രീ ഹോൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ട് അത് ഓൾഡായിരിക്കും. അത് വളരെ കുറഞ്ഞ ഭൂമി ഉണ്ടാവും. ബാക്കിയൊക്കെ ലീസാണ്. ഇവരെ ഭൂമിയാണ്. ഇവരെ ഭൂമി ലീസ് ചെയ്ത് കൊടുത്തതാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇവർ വന്നല്ലോ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നുള്ള ആൾക്കാർ ഓലൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്തായിരുന്നു അവിടുത്തെ കൃഷി? കരിമ്പ് കൃഷി. കരിമ്പ് കൃഷി. ഇപ്പൊ ഈ മൗറീഷ്യസ് ഒക്കെ പോലെ തന്നെ. അതെ, മൗറീഷ്യസ്, സെയിം മൗറീഷ്യസ്. കരിമ്പ് കൃഷിയിലാണ് ഈ നമ്മളെ ആൾക്കാരൊക്കെ ഉള്ളത്, മിക്കവാറും ഇന്ത്യൻസ്. അങ്ങനെ പിന്നെ അവിടെ ഇന്ത്യൻസ് വന്നപ്പോഴേ അല്ലാത്ത ഗുജറാത്തി ഇന്ത്യൻസും മറ്റും മറിച്ചൊക്കെ പിന്നെ വരാൻ തുടങ്ങി, ബിസിനസ് ലിങ്കിൽ, റൈറ്റ്. അപ്പോൾ അവരൊക്കെ വരാൻ തുടങ്ങി ബിസിനസ് ആവശ്യാർത്ഥം. അങ്ങനെയും ആൾക്കാർ എത്തിപ്പെട്ടു. അങ്ങനെ അന്നത്തെ ഭരണം, ആ സമയത്ത് ഞാൻ പോയപ്പോൾ സമയത്തുള്ള ഭരണം ഫിജിയൻസിനാണ്. രാത്തുമാര അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആൾ മരിച്ചുപോയി. രാത്തുമാര ഒക്കെ അവിടുത്തെ പേരാണ്. ഇവർ കാഴ്ച രാത്തു എന്ന് പറഞ്ഞ കിങ് ആണ് രാത്തുമാരാജി. അല്ല, അവർ എങ്ങനെയാണ് അവരുടെ അപ്പിയറൻസ്? ആഫ്രിക്കൻസിനെ പോലെ? ആഫ്രിക്കൻസ് കുറച്ച് തടിച്ചിട്ടാ, ഹെവി ആൾക്കാരാണ്. ഹെവി ബോഡി, ഒരു ഇരിനറായിട്ട്. ഇവർ ഇന്ത്യയിൽ നിന്ന് വന്നതിൽ മലയാളികൾ, തമിഴന്മാർ, കർണാടകക്കാർ, ബംഗാളികളൊക്കെ ഉണ്ട്. എല്ലാവരും. ഈ കേരളത്തിൽ നിന്ന് എങ്ങനെ അങ്ങോട്ട് മൈഗ്രേഷൻ തുടങ്ങണത്? അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ മാതിരി അന്ന് ഈ ബ്രിട്ടീഷുകാർ എന്താ പറയാനും ആൾക്കാരെ കൊണ്ടുപോയത്, അതിനെന്താ പറയാനും, ബ്രിട്ടീഷുകാർ പലയിടത്തിലും കൊണ്ടുപോയിട്ടുണ്ട്. മൊറീഷ്യസിൽക്കും സിംഗപ്പൂർക്കും എല്ലാ ഭാഗത്തും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ 2-3 മലയാളക്കാരെ ഒറിജിനൽ അവിടെ കണ്ടിരുന്നു. വന്ന ആൾക്കാർ, ആ കൂട്ടത്തിലുള്ള ആൾക്കാർ, അന്നത്തെ കൂട്ടത്തിലുള്ള ആൾക്കാർ, അന്ന് മരിക്കാത്തവർ, ബാക്കിയുള്ള 3-4 ആൾക്കാരെ കാണാൻ കഴിയും. അവരായിട്ട് പിന്നെ ഞാൻ പോയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് എങ്ങനെ അവിടെ എത്തിപ്പെട്ട് എന്താ സംഭവിച്ചു. അപ്പോൾ അവരോട് കിട്ടിയ വിവരത്തിനനുസരിച്ച് ഒരു മാനുക്കാക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളടുത്ത് ഞാൻ പോയി. ആൾ രോഗശയ്യയിലായിരുന്നു. അയാളെ വർത്താനം പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ്, ബ്രിട്ടീഷുകാർ വന്ന് സിംഗപ്പൂർ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവിടെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളൊക്കെ പോകണ ഉദ്ദേശം ഉണ്ടെങ്കിൽ പോയി നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് ക്യാമ്പസിലാക്കി. പിന്നെ ഷിപ്പ് വരുമ്പോൾ ആ ഷിപ്പിൽ കയറ്റി കൊണ്ടുവരലാണ്. ഓൽക്കറിയില്ല ഏട്ടാ പോകുന്ന സിംഗപ്പൂർ ഏതാ ഏട്ടാ അറിയില്ല. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സിംഗപ്പൂർക്കാണ് വരുന്നത് അവർ പറയുന്നത്. അങ്ങനെ സിംഗപ്പൂർ എത്തി. ഷിപ്പിൽ കുറേ ആൾക്കാരുണ്ടല്ലോ. അന്നത്തെ ഷിപ്പ് ഒരു 5-6 മാസം കൊണ്ടാണ് ഫിജിയിലെത്തുന്നത് അന്നത്തെ ഷിപ്പ്. കാരണം സിംഗപ്പൂർ എത്തിയാൽ അവിടെ പിന്നെ ഒരാഴ്ച 2 കൊല്ലം അവിടെ നിൽക്കും. അങ്ങനെ അന്നത്തെ യാത്ര. സിംഗപ്പൂർ എത്തിയപ്പോൾ ഷിപ്പ് അവിടെ സൈഡിലാക്കി. പിന്നെ ആൾക്കാരൊന്നും അവിടെ നിന്ന് ഇറക്കിയിട്ടില്ല. ഓഫീസേഴ്സ് പോകുമല്ലോ, അവർക്ക് എൻജോയ് ചെയ്യണം, അവർക്ക് ഹോട്ടൽ എടുക്കണം, അവർക്ക് എന്താ ചെയ്യണം. അപ്പോൾ ഇവർ ഈ ഷിപ്പിൽ തന്നെ ഭക്ഷണവും എല്ലാം ഷിപ്പിലാണ്. അപ്പോൾ പോയി സിംഗപ്പൂർ പോയിട്ട് അയാൾ പറഞ്ഞതാ. സിംഗപ്പൂർ പോയിട്ട് അവർ തിരിച്ചു വന്ന് ഷിപ്പിലേക്ക് പോകാൻ നേരത്തെ അപ്പോൾ അനൗൺസ് ചെയ്ത് സിംഗപ്പൂരത്തെ ദർവാസ ഇപ്പോൾ
ബന്ധാണ്, ഡോർ ക്ലോസ്ഡ്. അപ്പം സിംഗപ്പൂർക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫിജിയിലേക്ക് ഓപ്പണാണ്, നമുക്ക് ഫിജിയിലേക്ക് പോകാം. അങ്ങനെ കൊണ്ടുപോകണേ. അങ്ങനെയാണ് സിംഗപ്പൂരിൽ നിന്ന് പിന്നെ ഒരു ഫിജിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഓർക്കും അറിയില്ല ഫിജി എവിടെയാണ്, എന്താണ്, എത്രയോ 2-3 കപ്പലൊക്കെ മുങ്ങിയൊക്കെ പോയിട്ടുണ്ട്, പോയ കപ്പൽ. അപ്പോൾ ഇവരെ കപ്പൽ മുങ്ങിയിട്ടൊന്നുമില്ല, ഇവർ ലാസ്റ്റിലത്തെ കപ്പലാണെന്നുണ്ട് വരുന്നത് ആ സീസണിൽ. അപ്പോൾ അങ്ങനെയാണ് അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ എത്തുന്നത്, ഫിജിയിലെത്തുന്നത്. ഫിജിയിലെത്തിയാൽ പിന്നെ ഓല് പറയും പോലെ എങ്ങനെ പറഞ്ഞ് ബ്രിട്ടീഷുകാർ ചാട്ടവാറുമായിട്ട് പണിയെടുപ്പിക്കുകയാണ് ആൾക്കാർ കൊണ്ട്. അങ്ങനെ കുറേ കാലം പണിയെടുത്തപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഓൽക്ക് കൃഷിക്കാർക്ക് കൃഷിയിടം പതിച്ച് നൽകാൻ തുടങ്ങി, ഉണ്ടാക്കാൻ ആ നിൽക്കുക. അങ്ങനെ കുറേ ആൾക്കാർക്കൊക്കെ ഭൂമിയൊക്കെ കിട്ടി. എത്ര മലയാളി പോപ്പുലേഷൻ ഉണ്ടാവും അവിടെ ആ സമയത്ത് മലയാളി പോപ്പുലേഷൻ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ മലയാളി ഫാമിലീസ് ഒരു 10 ഉണ്ടാവുള്ളൂ. 10 ഫാമിലീസ്, 15. 10 മുസ്ലിം ആയിരുന്നു. 10 മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. കാരണം ഇവർ വന്ന ബോട്ടിലൊക്കെ മിക്കവാറും എന്താണ്, ഈ കേരളക്കാർ കുറച്ചൊരു സാമർഥ്യമുള്ളവരായിരിക്കുമല്ലോ. ബോട്ടിൽ ഇവർ വരുമ്പോൾ ഏത് മതക്കാരാണെങ്കിലും ഒക്കെ ബായ് ആണ്. ജ്യേഷ്ഠനും അഞ്ചനും ആങ്ങളെയും പെങ്ങളെയും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി അവിടെ ക്രിയേറ്റ് ചെയ്യും ബോട്ടിൽ. അങ്ങനെയാണ് ഇവർ ഇവിടെ ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങുമ്പോൾ ഓലൊക്കെ ഫാമിലിയായി. ഓ അത് ശരി. കാരണം ഇവിടെ ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ സംരക്ഷിക്കാൻ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ ബോട്ട് കുത്തിരുന്ന ആൾക്കാർ ഒരു ഫാമിലിയായി തമ്മിൽ സഹകരിക്കും. ഇങ്ങനെ ആയിരുന്നു പിന്നെ അവിടുത്തെ ജീവിതം. അപ്പൊ ഫിജിയിൽ അവര് ജീവിച്ചിരുന്നത് മുസ്ലിം ആയിട്ടാ? ആര് ഈ വന്ന ഫാമിലികൾ? അതെ, മുസ്ലിമായിട്ട് ജീവിച്ചു. ഓക്കെ. പിന്നെ മുസ്ലിം ഫാമിലിയിൽ കുറച്ച് മൊല്ലാക്കന്മാരുണ്ടായിരുന്നു അന്ന്, ഇവിടുത്തെ മൊല്ലാക്കന്മാർ. ഒരു അബ്ദുൽ മൊല്ലാക്ക എന്ന് പറഞ്ഞ ഒരു മഷൂറായ അറിയപ്പെട്ട ഒരാളുണ്ട്. ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ കുത്തുറാത്തീമിൻ്റെ ഒക്കെ റിഫായ് റാത്തീമിൻ്റെ ഒക്കെ സിൽസിലുള്ള ഒരാളായിരുന്നു. അയാൾ അന്ന് 15ാമത്തെ വയസ്സിലിട്ടാണ് പോകുന്നത് മൊല്ലാക്ക. അവിടെ പോകുന്നത് ചെറുപ്പക്കാരൻ, നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. അപ്പോൾ എന്നിട്ട് അപ്പോൾ കുറച്ചയാൾ പഠിച്ചിട്ടുണ്ടല്ലോ, ദീനി വിവരായാക്കുണ്ട്. അപ്പോൾ അന്നൽക്ക് ഇതൊക്കെ പിന്നെ അയാൾ അവിടെ നിലനിർത്തി റിഫായ് റാത്തി പോകും. അപ്പോൾ അയാളൊരു വലിയ ആളായി മാറി, ഒരു സംഭവമായി. റിഫായ് റാത്തീമിൻ്റെ നേതാവായ അയാളിപ്പോൾ ചൊല്ലിക്കൊടുക്കും, എല്ലാവരും അതിൽ കൂടും. അപ്പോൾ റിഫായ് റാത്തി ചെല്ലണമെന്നുണ്ടെങ്കിൽ അയാളെ വിളിക്കും. അപ്പോൾ അയാൾ അവിടുത്തെ ഒരു ലീഡറാണ് അക്കാര്യത്തിലും പിന്നെ പൊതുവേ ദീനിൻ്റെ കാര്യത്തിലും. കാരണം അയാളെ കുറച്ച് വിവരമുള്ള ആളാണ്. അയാൾ വേറെയും ചില മൊല്ലാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ്ലാം ചെല്ലുന്നത് ഇവർ വഴിയാ? അല്ലാതെ അതിൻ്റെ മുന്നേ അവിടെ ഇസ്ലാം ഇല്ല? അതിൻ്റെ മുന്നേ വേറെ ഇസ്ലാമില്ല. ഇതുപോലെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് പോയ ആൾക്കാരടുത്തുണ്ട്, അവിടെ മുസ്ലിമുകൾ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പോപ്പുലേഷനിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടാവും ഫിജിയിൽ ടോട്ടൽ, ഇൻക്ലൂഡിങ് ഷാഫി, ഹനഫി എല്ലാം ചേർത്തിട്ട് അന്നത്തെ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒരു 10% ഉണ്ടാവും. ഇന്ത്യൻ പോപ്പുലേഷനിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 1 ലക്ഷം 2 ലക്ഷം ആള് അത്രയൊക്കെ ഉണ്ടാവും. അതിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം എല്ലാ സ്റ്റേറ്റിൽ നിന്ന് പോയ മുസ്ലിംസ് ഉണ്ടല്ലോ, അതിൽ കേരളത്തിൽ നിന്ന് പോയ മുസ്ലിം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്ത് കേരളം, മദ്രാസ് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് തെൻ ഇന്ത്യ മുസ്ലിം അസോസിയേഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ തമിഴന്മാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഷാഫി ആയിട്ടാണ്? അവരൊക്കെ പിന്നീട് ഷാഫിയായി. അവർക്ക് ബന്ധം കൊണ്ട് ഇവരാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഈ മൊല്ലയാണ് അപ്പോൾ അവിടെ ഇസ്ലാം ഉണ്ടാക്കുന്നത്. ഈ മൊല്ല അയാളുടെ കൂടെയുള്ള കുറേ മൊല്ലമാരും. അപ്പോൾ അവരവിടെ മൊല്ല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് മൊല്ല എന്നാണ് അവിടെ അന്ന് ഇവിടെയും മൊല്ല എന്നറിയപ്പെടുന്നത്. ആ പേരിലാണ് അവിടെ മഷൂറാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടുന്ന് എന്തൊക്കെ കൾച്ചറൽ സാധനങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്? ഐ മീൻ നമ്മളെ മൗലൂദ് ഇപ്പം നിങ്ങൾ പറഞ്ഞു. അതെ. പിന്നെ റാത്തീബ്, ദിക്ർ റാത്തീബ്, അദ്ദാദ്, പിന്നെ റിഫായ് റാത്തീബ് വളരെ. പിന്നെ നബിദിനുണ്ട്. അതിലെന്തൊക്കെയാണ് പരിപാടികളുള്ളത്? നബിദിനത്തിൽ തന്നെ മൗലൂദ് ഓതും, പിന്നെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും, പ്രസംഗമൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ അവിടെ
നാഷണൽ പ്രോഗ്രാം ഉണ്ട്. അവിടുത്തെ ഒരു ഹോളിഡേ, മിലാദുൻ നബി ഒരു ഹോളിഡേ ആണ്. ഓ അത് ശരി. നമ്മൾ ആവശ്യപ്പെട്ടിട്ട് മുസ്ലിം പകുതി നമ്മളാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു ഹോളിഡേ വേണമല്ലോ അവിടെ. അപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ട് നിങ്ങളെ ഏത് ദിവസം നമ്മൾ ഹോളിഡേ ആക്കി വെക്കുന്നത്. ചിലർ അഭിപ്രായപ്പെട്ട് ചെറിയ പെരുന്നാൾ, ചിലർ അഭിപ്രായപ്പെട്ട് വലിയ പെരുന്നാൾ. അപ്പോൾ അതൊന്നും ഒരു ഫിക്സ്ഡ് ഡേറ്റ് അല്ലല്ലോ, ആ ഡേറ്റ് മാറ്റണ്ടേ സമയം വരുമ്പോൾ. അപ്പോൾ മിലാദുൻ നബി ആണെങ്കിൽ മാറ്റേണ്ട ആവശ്യമല്ല. മിലാദ് അന്ന് മിലാദ് അല്ലെങ്കിലും ആണെങ്കിലും നമുക്ക് മിലാദ് ചെല്ലാലോ. ആ പേരിൽ ഒരു ഹോളിഡേ കിട്ടും, ഒരു ദിവസം. അത് ബിഗിനിങ് ഓഫ് ദ ഇയർ അവർക്ക് കിട്ടണമല്ലോ, ഏത് ദിവസമാണ് മിലാദുൻ നബി ഓഫ് എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം മുമ്പിലായിരിക്കും. അതേ സമയത്ത് പെരുന്നാളാണെങ്കിൽ അത് നടക്കൂലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി അതിൽ ഒരുമിച്ച് മിലാദുൻ നബിയൻ. പിന്നെ സുന്നികളായ ആൾക്കാർക്ക് വല്ലാതൊരു സന്തോഷമായിരുന്നു, മിലാദുൻ നബി തന്നെ വേണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം കൂടിയാണ് ഒരു ദിവസം അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ അതിന് ശേഷം ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം മിലാദുൻ നബീൻ്റെ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അവിടെ നടക്കുന്നത്. അതെ, അത് നാഷണൽ പ്രോഗ്രാം ആയിരിക്കും. അതേസമയത്ത് അവിടെ എല്ലാ വീട്ടിലും അവർ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും സുന്നികൾ, ഇപ്പം കുറച്ച് ഈ തബ്ലീഗുകാർ കുറച്ച് വന്നവരുണ്ട് ശേഷം കുറച്ച് മറ്റേ അഹ്ലഹദീസിന് വളരെ കുറഞ്ഞ ആൾക്കാർ, മറ്റേ ഖദിയാനി, അഹമ്മദി, അതിൽപ്പെട്ട ചില ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ കുറവായിരുന്നു. കൂടുതലുള്ളത് സുന്നികളാണ്. സുന്നികളിൽ കൂടുതലുള്ളത് ഹനഫികളാണ്. കാരണം എല്ലാ സ്റ്റേറ്റിൽ നിന്നും കൂടുതൽ അതിൽ ഷാഫികളാണ് വളരെ കുറഞ്ഞത്. പക്ഷെ ഷാഫിക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് അവിടെ. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ എത്തിയല്ലോ, മൊയ്ലിയർ ഞാനും പോയത്. അപ്പോൾ ഞങ്ങളും കുറച്ച് അതിൽ ഇംപ്രൂവ് ചെയ്തിട്ട് ഓരോ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഷാഫികളാണ്, ഞങ്ങൾ ദീനനുസരിച്ച് നടക്കുന്നവരാണെന്ന്. അല്ലെ ഒരു 1-2 പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മളൊക്കെ അതിൽ ഇടപെട്ടിട്ട് എന്ത് ചാന്ത് മറ്റേ ചന്ദ്രൻ കാണുന്ന പ്രശ്നങ്ങളൊക്കെ വന്നപ്പം പ്രശ്നങ്ങളെ അവിടെ ഞങ്ങളെ മാസപ്പിറവിയിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അന്ന് മാസപ്പിറവി കാണാൻ പറ്റൂല. അപ്പോൾ ഇവർ അത് ഉറപ്പിച്ചു. ആര്? ഹനഫികൾ. ആരാണ് ഹനഫികളുടെ നേതാവൊക്കെ? അവിടെ ഉണ്ടായിരുന്നു, മൂല്യന്മാരുണ്ടായിരുന്നു. പിന്നെ അവരുടെ പ്രസിഡന്റും മറ്റു മറിച്ചും ഉണ്ടല്ലോ. വലിയൊരു അസോസിയേഷനാണ്, അവർക്ക് വലുതാണ്. അവിടെ കൂടുതൽ കാരണം 90% അവരാണ്. അവർക്ക് പറയാം ഫിജി മുസ്ലിം ലീഗ് എന്ന്. അത് ശരി, മുസ്ലിം ലീഗ് അവിടെ ഉണ്ട്. ഫിജി മുസ്ലിം ലീഗ് അത് രാഷ്ട്രീയ പാർട്ടിയല്ല, എനിക്ക് മനസ്സിലായി. ഫിജി മുസ്ലിം ലീഗ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ നേതാവൊക്കെ അന്ന് നേതാവ് എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഒരു ഗുജറാത്തി ഒരു മൗലാൻ ഉണ്ടായിരുന്നു, ബഷീർ അഹമ്മദ് എന്ന് പറഞ്ഞിട്ട്. അയാൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഈ ഫാസ്റ്റ് പോയി മരിച്ചു. ഫിജിയിലല്ലായിരുന്നു, ന്യൂസിലൻഡിൽ പോയി. ഒരാഴ്ച മുമ്പ് അയാൾ മരിച്ചു. ഫിജിയിൽ ഞങ്ങൾ എത്തിയ ഉടനെ പിന്നെ എങ്ങനെയാണ് അവിടെ മതപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്? അതിലേക്ക് വരാം. ഫിജിയിലൊക്കെ അതെ, ഫിജിയിൽ ഞാൻ പറഞ്ഞത് ആദ്യം പോയ മുസ്ലിയാർ അവിടെ ഉണ്ട്. ഒരു അല്ലാണ്ട് 20-25 മൈൽ അകലെയാണ്, വേറെ സിറ്റിയാണ് അത്. അപ്പോൾ ഞാൻ ചിലപ്പം പോയിട്ട് മൂപ്പരൊക്കെ ആയിട്ട് ബന്ധപ്പെടും. മൂപ്പർ ആദ്യം പോയ 2 കൊല്ലം മുമ്പ് പോയതാണ്. അപ്പോൾ മൂപ്പർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കും നമുക്കെങ്ങനെ അവിടെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ പോയതന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അവർക്ക് മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം ദ്വാരക്കലുണ്ട്. മയ്യത്ത് നിസ്കരിച്ചിട്ട് നമ്മളിവിടെ സാധാരണ ചെയ്യില്ല, അതുപോലെ ദ്വാരക്കും അവർക്ക് പാരമ്പര്യമായിട്ടാണ് ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ മൊയ്ലിയാർ പോയപ്പോൾ അതിവിടെ ഇല്ലല്ലോ. മൊയ്ലിയാർ പോയപ്പോൾ മൊയ്ലിയാർ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പ്രശ്നങ്ങളായാടെ പ്രശ്നമായി. അപ്പോൾ ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊയ്ലിയാരോട് പോയി പറഞ്ഞു, ഇവിടെ നടന്നു വരുന്ന അതൊരു മോശമായ കാര്യമൊന്നുമല്ല. കയറിയിട്ടായാലും അതിൻ്റെ മുമ്പായാലും ആ ഒരു പ്രശ്നമാക്കി മാറ്റണ്ട, ദ്വാരക്കൊന്നും ദ്വാരനോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അത് അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അത് അങ്ങനെ അയാൾ സംസാരിച്ചപ്പോൾ അവർക്കൊരു ഒരു വിഷമായി. സുന്നി മൊയ്ലിയാർ അങ്ങനെ സംസാരിക്കാതോ എന്നുള്ള അവരെ ഒരു ആദത്താണ് അല്ലേ? അവരാദത്താണ്. മൊയ്ലിയാർക്ക് ആദത്ത് ഇവിടെ അല്ല. മൂപ്പർക്ക് അത് കേട്ടപ്പോൾ ഒരു ഷോക്കായി. ഷോക്കായി. നിങ്ങൾ അന്ന് ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന്. പിന്നെ മറ്റൊരു കാര്യം,
അയാൾ അവിടെ പോയിട്ട് ഉറുദു 2 കൊല്ലം കൊണ്ട് കുറേ ഉറുദു സംസാരിക്കും. പക്ഷെ ഉറുദു മലയാളം കൂടി മിക്സ് ചെയ്ത് സംസാരിക്കാം ഇപ്പോഴും. ഇപ്പോൾ ഉസ്താദ് ഫിജി തന്നെ ഉണ്ട്? അല്ല, അയാൾ മരിച്ചു. അയാൾ ന്യൂസിലാൻഡിൽ പോയിട്ട് 4-5 കൊല്ലം അവിടെ മരിച്ചു. അങ്ങനെ അയാൾ ഫൈസിയായിരുന്നു. ഞാൻ വിടുന്നതിൻ്റെ 1-2 കൊല്ലം മുമ്പിട്ടാണ്. അങ്ങനെ അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവിടെ ഭാഷ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. മൊയ്ലിയാരെ പറ്റി ആൾക്കാർ പറയുന്നുണ്ട്, മൊയ്ലിയാർ ശരിക്കുള്ള ഉറുദു ഒന്നും പഠിക്കുന്നില്ല, പറയുന്നില്ലല്ലോ, വാല് പറയുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ എന്തെങ്കിലും ഇത്ര ഭാഷ പഠിക്കണം, എന്നാലും എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അങ്ങനെ നിഘണ്ടുവൊക്കെ വാങ്ങി ഉറുദു നിഘണ്ടും മറ്റും കുറച്ചൊക്കെ വായിച്ച് കുറച്ച് ഉറുദു ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ഉറുദു കുറച്ചും കൂടിയൊക്കെ ഡെവലപ്പാക്കി എടുത്ത്. അപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 2 മാസം 3 മാസം പിടിച്ചു. അതുവരെ ഞാൻ സംസാരിക്കൽ ഈ 3 ആളോട് അല്ലല്ല, ജുമയുണ്ട്, ജുമയ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടാണ്. ജുമയ്ക്ക് ഞാൻ സംസാരിക്കൽ മലയാളത്തിലാണ്. ജുമയ്ക്കല്ല, പ്രസംഗം എൻ്റെ മലയാളം, ഖുതുബ അറബി തന്നെ, പ്രസംഗം മലയാളത്തിൽ. അത് അന്നൊരു ഷെഡ് കെട്ടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അവിടെ പള്ളിയൊന്നുമില്ല, ഞാൻ പോയെടുത്തില്ല. എനിക്ക് നിൽക്കാൻ വേണ്ടി ഒരു റൂം, അതിൻ്റെ പുറത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു റൂം, നിസ്കരിക്കാൻ വേണ്ടി ഒരു റൂം. അതൊരു ഷെഡ് കെട്ടിയ ടിന്നിൻ്റെ താൽക്കാലികമായിട്ട് അതിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാനൊരു മൊയ്ലിയാറാണല്ലോ, അപ്പം അവിടെ ഇവിടെയും പോയിട്ട് സ്പീച്ചൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഉറുദു നമ്മളെ ഭാഷ ശരിയില്ലെങ്കിൽ മോശമാണല്ലോ, മറ്റുള്ളവർ എന്താ വിചാരിച്ചത്. അപ്പോൾ ഞാൻ കുറേ അധ്വാനിച്ചായി. അപ്പോൾ എനിക്ക് അതിലൊരു സക്സസ്സായി. പിന്നെ ആ ഇടയ്ക്ക് ഒരു നബിദിനും വന്ന അവിടെ. അന്ന് ഞാൻ ഉറുദു പഠിച്ചിട്ടില്ല, മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓൽക്കൊക്കെ അനഫികളാണ് നടത്തുന്നത്, അതിൻ്റെ മെയിൻ അവരാണ്. നാഷണൽ പ്രോഗ്രാമാണ് അത് ബാലാണ്, ബാ ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഞാനും ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ. അപ്പോൾ ഓൽക്കറിയാം ഷാഫികളെ വലിയ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവർക്കും ഈ പ്രോഗ്രാമിൽ ഒരു ചാൻസ് കൊടുക്കണം, കാരണം പുറത്തുനിന്ന് വന്ന ആളാണ്, ഭാഷ അറിയില്ലെങ്കിലും. അപ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മളെ രാത്തുമാരെയും വരുന്നുണ്ട്, പ്രൈം മിനിസ്റ്റർ. അതെ, അത്രയും വലിയ പരിപാടിയാണ്. അതിൽ ഞാനും പോയിട്ടുണ്ട്. ഞാൻ പോയിട്ട് എനിക്ക് ഉറുദു അറിയില്ലല്ലോ, ഇംഗ്ലീഷും അറിയില്ല. ഇംഗ്ലീഷ് ഇതുവരെ പഠിച്ചിട്ടില്ല. ഇംഗ്ലീഷ് അവിടെ അക്സെപ്റ്റബിൾ ലാംഗ്വേജ് എല്ലാവർക്കും അറിയാം. അത് അക്സെപ്റ്റബിൾ ലാംഗ്വേജ്, ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം. ഈ ബ്രിട്ടീഷ് സ്വാധീനം ഫിജിയൻസിനും അറിയാം, ഇന്ത്യൻസിനും അറിയാം, എല്ലാവർക്കും അറിയാം. പൊതുവെ മൊത്തത്തിൽ പൊതുവെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ അവിടെ യുണൈറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻസ് ഉറുദു സംസാരിക്കും, ഫിജിയൻസ് ഫിജി സംസാരിക്കും. അല്ല, എല്ലാവരും കൂടി ഓഫീസിലൊക്കെ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കും. പിന്നെ ഈ ഫിജിയൻസും ഇന്ത്യൻസും തമ്മിൽ വിവാഹബന്ധമോ അങ്ങനെ എന്തെങ്കിലും നടന്നാണോ പിന്നീട്? അങ്ങനെ ഒരു സങ്കര ഇനറ്റ് രൂപപ്പെട്ടാണോ? അപ്പം മൗറീഷ്യസിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അതെ, ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ അതെ പരിപാടി നിങ്ങൾ പങ്കെടുത്തു? അതെ, പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ട് അവിടെ അക്കാലത്തും ഞാൻ പോയ മാതിരി ഇവരും ആൾക്കാരെ പുറത്തൊന്നും വിളിക്കലുണ്ട്, മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ. അപ്പോൾ അവിടെ ഞാനുള്ള സ്റ്റേറ്റിൽ അവരെ പ്രോഗ്രാമിന് വേണ്ടി ഒരു ബംഗാളിനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഉറുദു അറിയുന്ന ആൾ, ബംഗാളിയാണ്, ഉറുദു സംസാരിക്കുന്ന ആളാണ്. അവർക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ, സ്കൂൾ പഠിപ്പിക്കാൻ. അയാളോട് പ്രസംഗത്തിൽ അവിടെ. അപ്പം ഞാൻ പോയിട്ട് സംസാരിക്കുന്നത് മലയാളത്തിലാണ്. ആർക്കറിയാനാ? മലയാളത്തിലാണ്. നല്ലോണം ഒരു 10 മിനിറ്റ് സമയം തന്ന് ഞാൻ സംസാരിച്ച്. എൻ്റെ ഞാൻ പറയല്ലോ, മലയാളം അറിയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ കോയക്കാക്ക് എൻ്റെ ഒരു അഞ്ചനുണ്ടായിരുന്നു. ഈ കോയൻ്റെ ഒരു അഞ്ചന് അബൂബക്കർ മൗലവി എന്ന് പറയും. അദ്ദേഹം മലയാളം സംസാരിക്കും. ചിലപ്പോൾ അയാളാണ് എൻ്റെ സംസാരം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാളുണ്ട് കൂടെ, ഞങ്ങൾ രണ്ടാളും സംസാരിക്കും. ഞാൻ സംസാരിക്കുന്ന അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രശ്നം കഴിഞ്ഞ് താഴത്ത് വന്ന് എന്നോട് പറഞ്ഞു, മുല്ലിയാരെ, നിങ്ങൾ ഫിജിയിൽ നല്ലോണം സംസാരിച്ച്, ഫിജിയൻസിൽ നല്ല പ്രസംഗമായിരുന്നു. ഫിജിയൻസിൽ ആൾ പറയുന്നു എന്നോട്, ഫിജിയൻസിൽ നല്ലോണം സംസാരിച്ചോളൂ, ഇതെങ്ങനെ കിട്ടിയെന്ന്. അവങ്ങൾക്ക് ഫിജിയൻസ് അറിയില്ലല്ലോ. അയാൾക്കും ഫിജിയൻസ് അറിയില്ല. അപ്പം ഇത് മലയാളമാണെന്ന് അയാൾക്ക് അറിയില്ല.
ആ അയാൾ അറിയാത്തൊരു ഭാഷ ആണല്ലോ. ആ ആ ആ അപ്പൊ ഈ ബംഗാളി ഉസ്താദ് ബംഗാളി ഉസ്താദ്. ആ ആ ആ ഉറുദു അറിയാം, ആ ആ ഫീജിയൻസ് അയാൾക്ക് അറിയില്ല. ആ ആ എന്തോ ഒരു അന്യ ഭാഷയാണ്. ഭാഷ ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ വിചാരിച്ചു ഞാൻ ഫീജിയൻസാ സംസാരിക്കും. ഇത് ഫിജിയനാണ് ഈ മലയാളം കേട്ടിട്ട് അയാളെ വിചാരിക്കണേ. അയാൾ വിചാരിക്കുന്നു അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയും. അപ്പം അങ്ങനെ അവിടെ പിന്നെ ഞങ്ങൾ ചോദിച്ച് വിവാഹം, മിശ്ര വിവാഹം ഉണ്ടോ ഈ ഫിജിയൻസുമായിട്ട്? വളരെ ദുർലഭം, വളരെ കുറവാണ്. അവരൊരു സാംസ്കാരികമായി അവരെ അങ്ങനെ കീപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരെ അക്കാലത്തുള്ള ജീവിതവും ഒരു കോളനി ജീവിതമാണ് ഫിജിയൻസിന്. നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വീടുകളായിരിക്കുമല്ലോ, ഓരോരോ വീട്ടിൽ ഓരോ റൂമൊക്കെയാണ്. ഓർക്ക് അങ്ങനെയല്ല, ഓർക്ക് കോളനി സെറ്റപ്പാണ്. അവരുടെ ജീവിതം തന്നെ അങ്ങനെ. എന്ന് പറഞ്ഞാൽ ഓലിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ തന്നെ എല്ലാവർക്കും വിസിറാണ് ചെയ്യും. ആരെങ്കിലും വന്നാൽ ഓല ഇരുത്തും, സൽക്കരിക്കും. അതാണ് ഓല. നിങ്ങൾ അവരുടെ ഇടയിലൊക്കെ പോയി നോക്കിയാണോ? പോയിട്ട് പോയി നോക്കിയിട്ട് അങ്ങനെ അവരുടെ വിവാഹവും ഇതൊക്കെ എങ്ങനെ? ഫിജിയൻസിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴൊക്കെ മിക്കവാറും ക്രിസ്ത്യൻസിന്റെ ശൈലിയിലേക്ക് മാറില്ല. മുമ്പത്തത് എങ്ങനെയാണെന്ന് അറിയില്ല, അവരെ അതറിയില്ല. ഇപ്പോൾ ഒക്കെ മിക്കവാറൊക്കെ ക്രിസ്ത്യൻസ്. പിന്നെ പൊതുവേ ഓല് അക്കാലത്ത് വൃത്തി കുറവായിരിക്കും. ഇങ്ങനെയുള്ള ജീവിതമാണല്ലോ, കൂട്ടു ജീവിതമാണ്. വൃത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കും. പിന്നെ ഫിജിയിൽ കൃഷി എന്താണ് ഈ ഇതിൻ്റെ പുറമേ ഉള്ളത്? അന്ന് വേട്ടയൊക്കെ ഉണ്ടോ? വേട്ടെന്ന് അതിൽ നമുക്ക് വരാം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മിശ്ര വിവാഹം നടന്നില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നു. അപ്പോൾ ഇവർ അടുപ്പിക്കൂല, ഇവരൊന്നും അറിയില്ലേ, വൃത്തിയില്ലാത്തവർ എന്നുള്ള നിനക്ക് ഓല ദൂരത്താക്കി വെച്ച്. അത് അവർ ചെയ്യരുതായിരുന്നു. നമ്മളെ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചു അവരെ കൊണ്ടുവരേണ്ടിയിരുന്നു, വീട്ടിലേക്ക് കൊണ്ടുവരിക, അവരെ അടുത്ത് പോവുക, അവരായിട്ട് ബന്ധപ്പെടുക. എന്നാലേ അന്ന് ക്രിസ്ത്യനായ ഫിജിയൻസൊക്കെ മുസ്ലിം ആകുകയായിരുന്നു. ഇവർ കുറച്ച് ലൈറ്റിസം കാണിച്ച്. അതുകൊണ്ടാണ് ഓല് നമ്മളിലേക്ക് വരാതിരുന്നത്. പിന്നെ മിക്കവാറും ക്രിസ്ത്യനായി മാറി. എന്നാലും ഫിജിയൻസും ഇന്ത്യൻസും ഉള്ള വിവാഹം നടക്കുന്നില്ല. ഫിജിയൻസ് തന്നെ, ഇന്ത്യൻസ്. പിന്നെ ദുർലഭമായിട്ട് വല്ലപ്പോഴൊക്കെ കേൾക്കാം ആരെങ്കിലും ഒക്കെ ഫിജിയൻസിൽ മുസ്ലിംസ് ഇല്ല. ഫിജിയൻസിൽ അങ്ങനത്തെ മുസ്ലിംസ് ഇല്ല. പിന്നെ കൺവേർട്ടഡ് ആയിട്ടുണ്ട്, വളരെ കുറവാണ്. പഠിച്ച കുട്ടികളുണ്ട്, ദീൻ പഠിച്ച കുട്ടികളുണ്ട്. നമ്മളെ ആൾക്കാരതിനു വേണ്ടിയൊക്കെ ഒരുപാട് ഇപ്പം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ടു ലേറ്റ്. മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂട്ടി വരികയായിരുന്നു. അവരെ നമ്മളെ പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുമായിട്ട് ബന്ധപ്പെടുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ല അവരെ കുട്ടികൾ പോയി കല്യാണം കഴിക്കുക, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു. അവരെ ഒരു മിക്സ് ലൈഫായി മാറിയായിരുന്നു. പക്ഷെ ഇവിടുന്ന് പോയ മുസ്ലിങ്ങൾക്ക് ആ ചിന്തൊന്നുമില്ല. ഇവിടുന്ന് കണ്ട ഒരു മതമല്ലേ അത് മതം തന്നെയല്ല, ഇവർക്കുള്ള മതത്തിനെ അവർക്ക് സംരക്ഷിക്കണമല്ലോ. അപ്പോൾ ഈ മിക്സും കൂടി ഓർക്ക് അത് പ്രശ്നമായി വരിക. ഇവരെ സംരക്ഷിക്കാൻ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവിടെ മിക്കവാറും ആർക്കും വിവരമില്ലല്ലോ. ഈ മുല്ലാക്കന്മാർക്ക് ഇത്തിരി വിവരമുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വിവരം ഉണ്ടോയെന്ന് അറിഞ്ഞില്ല. ഓൾ ചെയ്യുന്ന വിവരമുണ്ട്. ആ സമയത്ത് മിക്കവാറും ആൾക്കാർ അവിടെ ജനിക്കുന്നവർ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലല്ലോ, വിവരമില്ലല്ലോ. പക്ഷെ അവർക്കൊക്കെ അറിയാം ഞാൻ മലയാളിയാണ്, ഷാഫിയെന്നാ പറയാം, അല്ലെങ്കിൽ മലയാളി. മദ്രാസിൽ നിന്നൊന്നും വിളിക്കില്ല, മദ്രാസില്ല, മലയാളി എന്ന് പറയും. മലയാളി എന്ന് പറയാൻ അവർക്ക് കിട്ടില്ല. അപ്പോൾ ഓൾക്ക് ഓലതായ അത് നിലനിർത്തണമല്ലോ. അതിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനേക്കാളും കൂടുതൽ ഫോക്കസ്. ഓർക്ക് രണ്ട് പ്രശ്നമാണ് ഷാഫിയൊക്കെ. ഒന്ന് മറ്റുള്ള ഈ ക്രിസ്ത്യൻസ് ഒന്നും ഇങ്ങോട്ട് വരാതെക്കുക, മറ്റേത് നമ്മൾ ഷാഫി ഹനഫി പോയിട്ട് ജോയിൻ്റ് ആവാതെക്കുക, നമ്മൾ ഷാഫിയുടെ കൂടെ ഷാഫിയായിട്ട് തന്നെ നിൽക്കണം എന്നുള്ള വാശി. അതെ, ആ നിൽക്കുന്ന അവർ കുറഞ്ഞ ആൾക്കാരാണെങ്കിലും ഒരു 10-15 ഫാമിലി എന്നല്ല പറഞ്ഞ് അവർ തന്നെ ആണെങ്കിലും അവർ ആ നിലക്കാണ് അവിടെ പ്രവർത്തിക്കുന്നത് അക്കാലത്ത്. മലയാളികളായ നോൺ മുസ്ലിംസ് ഉണ്ടായിരുന്നു. മലയാളികളായ നോൺ മുസ്ലിംസ് ധാരാളം. അതിൽ മിക്കവാറും ഒക്കെ ഇവരോട് കൂടിയിട്ട് ഇസ്ലാമിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ. അവരുടെ മക്കളൊക്കെ ഇപ്പം മുസ്ലിങ്ങൾ.
റിയൽ മുസ്ലിംസ് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉണ്ട് കൺവേർട്ട് ചെയ്ത്, മിക്കവാറും കൺവേർട്ട് ചെയ്ത്. അന്ന് 5ഉം 10ഉം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. കൺവേർട്ട് ചെയ്യുമ്പോൾ 10 കുട്ടികളാണ് കൂട്ടി വരുന്നത്. അതുപോലെ ഇങ്ങനെ ഒരു കുറേ കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ ദീനിൽ നിലനിർത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിജിയിലെ ബാക്കി അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ബാക്കി അനുഭവങ്ങൾ പറഞ്ഞല്ലോ, പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവർ നിലനിർത്തണം. ഈ മുസ്ലിമാണ്, സുന്നിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലെ നിലനിർത്തണം. ഓൽ ചെയ്ത ഏറ്റവും നല്ല യുക്തിപരമായ ഒരു കാര്യം എന്താണെന്നറിയോ, നിസ്കരിപ്പിക്കുക എന്നുള്ളതല്ല. നിസ്കരിപ്പിക്കുകയാണെങ്കിലൊക്കെ വിവരം വേണ്ടേ, അറിയുന്നവർക്ക് പറഞ്ഞെടുക്കാൻ മതി. കണ്ട് നിസ്കരിക്കുന്നവരുണ്ടാവും. ആ സമയത്ത് ഓല് എല്ലാ വീടുകളിലും ഒരു മൗലൂദ് വെക്കും. അത് ശരി, ഇസ്ലാമിനെ നിലനിർത്താൻ അവർ ഇസ്ലാമിനെ നിലനിർത്താൻ ഓല് ചെയ്തൊരു പരിപാടിയാണ് മൗലൂദ്. അപ്പോൾ ആരാ ഈ മൗലൂദിന് നേതൃത്വം കൊടുക്കുക? ഈ മൗലവിമാർ, മൊല്ലാമാര്. മൊല്ലാമാർ. ഓൽക്കൊക്കെ മൗലൂദ് ബയാട്ടാണൊക്കെ, ഓലൊക്കെ കാണാതെ തോന്നും. ഏതാ മൗലൂദ്? മങ്കൂസ് മൗലൂദ്. ഫിജിയിൽ ഫേമസ് ആണ് മങ്കൂസ് മൗലൂദ്. മങ്കൂസ് മൗലൂദ് കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സാധനമല്ലേ? അതെ. അവിടെ ഓൾക്ക് അതേ അറിയുള്ളൂ, അതേ പഠിച്ചിട്ടുള്ളൂ, വേറൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഓലെന്താ ചെയ്യുന്നറിയോ, കോയമ്മക്കാൻ്റെ വീട്ടിൽ മൗലൂദാണ്, എല്ലാവരും വരും. അപ്പോൾ എല്ലാവരും അവിടെ കൂടും പറയും, നിങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, നിങ്ങളൊക്കെ സുന്നികളാണ്, നിങ്ങളൊക്കെ ഷാഫികളാണ്, നിങ്ങൾ വേറൊന്നിലേക്കും പോകരുത്, വ്യഭിചാരിക്കരുത്. അവിടെ വ്യഭിചാരത്തിൻ്റെ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സാധ്യത എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ അതൊക്കെ വലിയ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. കള്ളുടിക്കാൻ വേണ്ടി പ്രത്യേകം ഉണർത്തിയായിരുന്നു അവർ. അവിടെ അതിൻ്റെ മദ്യത്തിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാവും. ഇതുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം ഹലാൽ മീറ്റ്, ഹലാൽ ഫുഡ് കഴിക്കുക, ഹലാൽ മീറ്റ് കഴിക്കുക, ഹറാം കഴിക്കരുത്. ഇതിലൊക്കെ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പറയൽ, പൊതുവെ പറയൽ. അങ്ങനെയാണ് ഇവർ നിലനിർത്തുന്നത് ഇസ്ലാം. ആ ഇടയ്ക്കാണ് നമ്മളെ അസംകുട്ടി മുസ്ലിയാർ ചെല്ലുന്നത്. അപ്പോൾ അയാൾ ചെന്നപ്പോൾ ഒന്നുകൂടി എല്ലാം കൂടി സെറ്റായി. അയാൾ ശേഷം പിന്നെ ഞാൻ പോയപ്പോൾ ഒന്നും കൂടി ഒന്ന് സെറ്റായി. അങ്ങനെയാണ് നമ്മൾ ഷാഫികൾ അവിടെ സെറ്റായി. ഇപ്പം അവിടെ നമുക്ക് 3 ജുമാഅത്ത് പള്ളിയുണ്ട്. 3 ജുമാഅത്ത്. അതെ. സ്റ്റിൽ അപ്പോൾ ഇപ്പോൾ എത്ര ഷാഫി പോപ്പുലേഷൻ ഉണ്ടാവും? ഷാഫി പോപ്പുലേഷന് എൻ്റെ അഭിപ്രായത്തിൽ അവിടുത്തെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 10-15 ഉണ്ടാവും. ഷാഫി പോപ്പുലേഷൻ 15 ഉണ്ടാവില്ല. അന്ന് 2 തന്നെ അതൊരു 5 ഉണ്ടാവും. കാരണം കുറേ ആൾക്കാരൊക്കെ ഒപ്പം മൈഗ്രേറ്റ് പോയി ഫിജിന്ന് പോയി. ഇപ്പോൾ ഈ പഠിപ്പുള്ള ആൾക്കാരുണ്ടല്ലോ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, അവർക്ക് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ ജോബ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അവരങ്ങോട്ട് പോകും. നല്ല പൈസ ആണ്, കുടുംബക്കാരെ കൊണ്ടുപോകും. പിന്നെ ഫിജിയിലെ പൈസ എന്താ? ഫിജിയൻ ഡോളർ. എത്ര വാല്യൂ? ഫിജിയൻ ഡോളറിന് ഞാൻ പോയപ്പോൾ അമേരിക്കൻ ഡോളറിനേക്കാളും വാല്യൂ ആയിരുന്നു. ഒരു ഫിജി ഡോളറിന് ഒന്നിലധികം അമേരിക്കൻ ഡോളർ അന്ന് കിട്ടിയായിരുന്നു. ഇപ്പോൾ ഒരു അമേരിക്കൻ ഡോളറിന് 2 ഫിജി ഡോളർ, ഹാഫ്. പറഞ്ഞാൽ നമ്മളൊരു 45 റുപ്യ. അതെ, ഇന്ത്യയിലൊരു 45 റുപ്യാണ് ഒരു ഫിജിയൻ ഡോളർ. ഫിജിയിൽ കൃഷി എന്താണ്? അവിടുത്തെ ബിസിനസ് എന്തൊക്കെയാണ്? പ്രധാന കൃഷി നെല്ല്, ഇതന്നെ, കരിമ്പ്. പിന്നെ അവർക്ക് നെൽകൃഷികളൊക്കെ ഉണ്ട്, വളരെ കുറവാണ്. തെങ്ങുണ്ടോ? തെങ്ങ് വളരെ കുറവാണ്. തെങ്ങ് കൃഷിയായിട്ടില്ല. അവിടെ ഇവിടങ്ങളിലൊക്കെ തെങ്ങ് കാണാം. പിന്നെ പൈൻ ട്രീ ഉണ്ട്, പൈൻ കൃഷി, പൈൻ വുഡ് ആ കൃഷി ഉണ്ട് ഇപ്പോൾ. പിന്നെ ടൂറിസം അവർക്ക് മെയിൻ ടൂറിസ്റ്റ് വരുമാനമാണ്. പിന്നെ ബാക്കി അവിടുത്തെ ഈ ഹനഫികളും ഈ മുസ്ലിങ്ങളും ഒരൊറ്റ ടീമാകാത്തത് എന്തുകൊണ്ടാണ്? മിക്കവാറും മുസ്ലിം ലീഗിൻ്റെ അണ്ടർ മുസ്ലിം ലീഗ് ഒരു ടീം തന്നെയാണ്. അവരെ പൊളിറ്റിക്കൽ അവിടുത്തെ സ്കൂളുകളൊക്കെ നടത്തുന്നത് മുസ്ലിം ലീഗാണ്. അതിൽ എല്ലാ കുട്ടികളും പോകും, നമ്മളെ കുട്ടികളൊക്കെ പോകും, എല്ലാ കുട്ടികളും പോകും. അപ്പോൾ ഈ ലീഗിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ എങ്ങോട്ടാണ്? അവിടെ എന്തൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികൾ? പൊളിറ്റിക്കൽ പാർട്ടികൾ ലേബർ പാർട്ടി ഉണ്ട്, ഫിജിയൻ പാർട്ടി ഉണ്ട്, ഇപ്പോൾ എത്രയോ പാർട്ടി ഉണ്ട് എന്നറിയില്ല. റൈറ്റ്, കുറേ പാർട്ടികളുണ്ട്. അന്ന് അക്കാലത്ത് ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളുണ്ടല്ലോ, അവിടെയുണ്ട് ചില ആൾക്കാർക്ക് ഈ മദ്രാസികൾക്കൊക്കെ ഉണ്ടായിരുന്നു.
കാരണം ഇയാൾ ലീഡറാണ്, ഓപ്പോസിഷൻ ലീഡർ. പാർട്ടി ജയിച്ചാൽ പിന്നെ പ്രൈം മിനിസ്റ്റർ ആകേണ്ടത് ഓപ്പോസിഷൻ ലീഡറാണ്. അപ്പോൾ അതിന് ഇവർ അനുവദിച്ചില്ല. ഇവർ 3-4 ദിവസം ഫൈറ്റ് ചെയ്ത് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഗവർണർക്ക് ഇൻഫർമേഷൻ കൊടുത്തു, ഞങ്ങൾ ഗവൺമെൻറ് രൂപീകരിക്കില്ല, കോയ വരും വിചാരിച്ചു. അങ്ങനെ ആയിരുന്നെങ്കിൽ പറ്റില്ല. അപ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കില്ല. പിന്നെ ഇൻറ്ററിം ഗവൺമെൻറ്റായി, ഗവർണർ ഒരു 6 മാസത്തേക്ക്. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പിന്നത്തെ ഇലക്ഷൻ വന്നപ്പോഴും ഇവർ ജയിച്ചു. ഈ കോയൻ്റെ എതിർ പാർട്ടി. അപ്പോൾ കോയ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയി. കോയക്ക് അത്ര ആൾക്കാരില്ലല്ലോ. കോയൻ്റെ ആൾക്കാർ വളരെ കുറവ്, മുസ്ലിമീങ്ങൾ കുറവ്, ഹിന്ദുക്കളാണുള്ളത്. ഓല് പിന്നെയും ജയിച്ചു. ഒരു ജയനാരായണൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരു മദ്രാസ് ഇവരുണ്ടായിരുന്നു, ഓരോ കൈ നേതാക്കന്മാരായിരുന്നു. അവർ രണ്ടാമതും ജയിച്ച്. അപ്പോൾ കോയ ഓല കൊടുത്തിട്ടില്ല. അപ്പോൾ ഓല് പാർലമെൻറ്റ് രൂപീകരിച്ചിട്ട് അന്ന് ഈ പറഞ്ഞ ജയറാം റെഡ്ഡി എന്ന് പറഞ്ഞിട്ടൊരു മദ്രാസ് നേതാവ്, ഓന് ഒരു ഹിന്ദി പ്രസംഗം നടത്തി റേഡിയോ ഫിജിയിൽ. ഈ ഫിജിയൻസിന് ഇവർ പറഞ്ഞു കൊടുത്തു ഇവരുടെ പ്രോഗ്രാം എന്തൊക്കെയാണ്, ഫ്യൂച്ചർ പ്രോഗ്രാം, ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇൻഫോർമേഷനും അവർക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഇവർ ഈ സീക്രട്ട് ഇൻഫോർമേഷനൊക്കെ ഓർക്ക് കിട്ടി. അപ്പം ഗവൺമെൻറ് ഇവരതാണ്, പ്രൈം മിനിസ്റ്റർ ഇവരാണ്, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇവരാണ്, ഒക്കെ ഇവരാണ് ഇന്ത്യൻസ്. അതേ സമയത്ത് മിലിറ്ററി റൂൾ ഓല കയ്യിലാണ് ഫിജിയൻസ്. ഓർക്ക് ഈ വിവരം കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് മിലിറ്ററി റൂൾ ജോ ഹേ അവർ മിലിറ്ററി റൂൾ കൊണ്ടുവന്നു. മിലിറ്ററി പിടിച്ചടക്കി. സൈനിക അട്ടിമറി ഉണ്ടായി. ഇവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. ജയറാം റെഡ്ഡിനെ അതിനെ കോയക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത സ്വന്തം പുരയിൽ. കോയനോട് പറഞ്ഞു, നിങ്ങൾ സ്വന്തം പുര കുത്തുന്നത് നിങ്ങളെ ഒരു പ്രശ്നമാക്കില്ല, യു പ്രൊട്ടക്റ്റഡ് ഒക്കെ സംരക്ഷണം കൊടുത്തിട്ട് ഇവരൊക്കെ പിടിച്ച് അറസ്റ്റിലാക്കി. പ്രധാനമന്ത്രിയൊക്കെ അറസ്റ്റിലാക്കി, എല്ലാവരും അറസ്റ്റ്. പിന്നെ കുറേ കാലം ഈ മിലിറ്ററി റൂളായിരുന്നു. എത്ര കാലം? എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 കൊല്ലം മിലിറ്ററിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ഇലക്ഷൻ വന്ന് ഇപ്പം ഇലക്ഷനാണ് അവിടെ. അത് എല്ലാ പ്രാവശ്യവും ജയിക്കുന്നത് ഇവരാ? അല്ല, അതിന് ശേഷം പിന്നെ ഇപ്പം ജയിച്ച് ഇപ്പം ഇവർ ചിഹ്നം ഭിന്നമായിപ്പോയല്ലോ. നമ്മളെ ഇന്ത്യൻ പാർട്ടി പല പാർട്ടിയായിപ്പോയി. അപ്പോൾ അവർക്ക് മെജോറിറ്റി ഇല്ല. ഇപ്പോൾ ജയിക്കുന്ന അവര് ഒറ്റ പാർട്ടി, അവർക്കും ഒറ്റല്ല, ഒന്നിലധികം പാർട്ടികളുണ്ടെങ്കിലും അവരാണ് ജയിക്കുന്നത്. ഇപ്പോൾ അവരാണ് ഗവൺമെൻറ്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് അവരും ഇവരും കൂടിയും മിക്സ് ആയിട്ട് ഇവരെ കുറച്ച് ആൾക്കാർ പൊളിറ്റിക്കലി അങ്ങനെ ഒരു ജോയിന്റ് അങ്ങനെ എത്തിപ്പെട്ട. അത് നല്ലതാണല്ലോ ഒരു സാംസ്കാരികമായിട്ട് അല്ലേ. പക്ഷേ കഴിഞ്ഞ ഇപ്പോഴത്തെ ഗവൺമെൻറ് അല്ല, ഇതിൻ്റെ മുമ്പത്തെ ഗവൺമെൻറ് അത് അങ്ങനെ ആയിരുന്നെങ്കിലും അതിൽ മുസ്ലിം മെജോറിറ്റി ആയിരുന്നു. മുസ്ലിം പ്രാതിനിധ്യവും സെക്രട്ടറി മറ്റും കുറച്ചൊക്കെ മുസ്ലിംസ് ആയിരുന്നു. അവരെ ഭരണം നല്ല ഭരണമായിരുന്നു. അപ്പോൾ ഇപ്പം അവിടുത്തെ ഈ മുസ്ലിം ഓർഗനൈസേഷന് ഒരു പ്രത്യേക പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഇല്ല, പ്രത്യേക ഇങ്ങനെ വ്യത്യസ്ത പൊളിറ്റിക്കലി അവർ ഇൻവോൾവ് അല്ല. ഓക്കെ. അവിടെ പിന്നെ ദർഗകളൊന്നും ഇല്ല. ദർഗകൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആരും മഹാന്മാരവിടെ എത്തിപ്പെട്ടുള്ള ഒരാളുണ്ടെന്ന് കേട്ട് ഞാൻ കണ്ടിരുന്നു. അത് ആ കാലത്തുള്ള ഒരാളെ പറ്റി ഒരു അഭിപ്രായമുണ്ട്. അയാൾ ഒരു മക്ബറ കുരിശിലുണ്ടായിരുന്നു, പൊളിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് നിങ്ങളെ കാലത്തോ അതിൻ്റെ മുന്നേ? നിങ്ങളൊക്കെ ചെല്ലണതിൻ്റെ മുമ്പാ? ഞാൻ ചെല്ലുന്നതിന് മുമ്പ്. ആ മക്ബറ നിങ്ങൾ കണ്ടിട്ടുണ്ട്? മക്ബറ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. മക്ബറയിൽ ആടെ അദ്ദേഹത്തിന് എന്താണ് കബറടക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അയാൾ ഇരുന്ന സ്ഥലമാണ്. അയാളെ ഇവിടെ കബറടക്കിയെന്ന് എന്താണ് അറിയില്ല, പേരൊന്നും അറിയില്ല. പേരൊക്കെ ഉണ്ടാവും, പേരുണ്ടായിരുന്നു. അതറിയില്ല. ഓക്കെ. അപ്പോൾ അയാളെ പറ്റി അവ്യക്തതാണ്. അവിടെ തന്നെ ഉണ്ടോ, പക്ഷെ അയാൾ ഇരുന്ന സ്ഥലമാണ് എന്ന് കേട്ടു. ഇങ്ങോട്ട് പിന്നെ എപ്പോഴാണ് ഫിജിന്ന് പോകാനുള്ള അടുത്ത അങ്ങോട്ട് എത്തിയോ? അഞ്ഞ് ഫിജിയിൽ വേറെ എന്താ അനുഭവം ഉള്ളത്? ഫിജിയിലത്തെ അന്നത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് അവിടെ 2 മസ്ജിദാണ്, 2 പള്ളികളാണ്.
അപ്പോൾ എൻ്റെ ഫോക്കസ് നമ്മളെ കുട്ടികളൊക്കെ ഇസ്ലാമികമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ നല്ല സപ്പോർട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം മകനെ പോലാണ് എന്നെ കാണുന്നത്, വയസ്സായ ആൾക്കാർ. അപ്പോൾ അന്നേരക്ക് എനിക്ക് അന്ന് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദീനിന് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്തു. അവിടുന്ന് എപ്പോഴാണ് പിന്നെ കല്യാണം കഴിക്കണേ? അതെ, അങ്ങനെ ആ കുട്ടി ആ സമയത്തുള്ള ഇപ്പോൾ കുട്ടിക്കൊക്കെ 50 വയസ്സായി കഴിഞ്ഞു. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഓലൊക്കെ ഇപ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ബന്ധമുണ്ട്. ബന്ധമുണ്ട് പോലുണ്ട്, കാണുന്നു. ചിലപ്പോൾ കാനഡയിലൊക്കെ ഒരു ദീനി പ്രവർത്തനം നടത്തുക. ഓലൊക്കെ അവിടുത്തെ ലീഡേഴ്സാണ് ഞാൻ അന്ന് പഠിപ്പിച്ച കുട്ടികൾ. അത് കുറച്ചെങ്കിലും പഠിച്ചതവരാണ് അക്കൂടുത്തൽ. അങ്ങനെ അവിടെ അങ്ങോട്ട് പോയി. പിന്നെ അതിനുശേഷം മാഷാ അല്ലാഹ് ദീനി രംഗത്തൊക്കെ ഒരുപാട് സംഭാവനകൾ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അന്ന് പൊളിറ്റിക്സിൽ എന്താ ഇറങ്ങാഞ്ഞേ, ഇടപെടാതിരുന്നു? എവിടെ? അവിടെ ഫിജിയിൽ പൊളിറ്റിക്സിലൊക്കെ നിങ്ങളവിടെ നേതാവായി മാറിയില്ലേ? അതെ. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സ് എന്നാൽ നമ്മൾ മുസ്ലിം പക്ഷത്ത് മാത്രമല്ല വരുന്നുള്ളൂ. മുസ്ലിമീങ്ങൾക്കായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അവിടെ ഇല്ലല്ലോ. അവിടെ ഇന്ത്യൻസാണുള്ളത്. ഇന്ത്യൻസിൽ നമുക്ക് അങ്ങനത്തെ ഇവരൊക്കെ ആണല്ലോ വലിയ വലിയ ആൾക്കാർ. പിന്നെ കോയ പിന്നെ എങ്ങനെ എത്ര വലിയ നേതാവായത്? കോയ എന്ന് പറഞ്ഞാൽ കോയ ഓപ്പോസിഷൻ ലീഡർ ആയപ്പോൾ തന്നെ പ്രൈം മിനിസ്റ്റർ രാത്തുമാര എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോയനോടാണ് സജഷൻ. അത്രയും വിവരമുള്ള ആളാണ്. അത്രയും വിവരമുള്ള ആളാണ്. ശരിക്കും മലയാളികൾക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ടല്ലേ? മരിച്ചുപോയി. മരിച്ചുപോയി. അയാളെ മക്കളൊക്കെയോ? മക്കള് ഇപ്പം ഗവൺമെന്റിൽ ജോലിയുണ്ട്. ഒരാളൊരു വക്കീലാണ്, രണ്ടാൾ വക്കീലാണ്. ഇയാളെ ഉപ്പ ആരായിരുന്നു? ഉപ്പ പറഞ്ഞേ കോയക്ക. നടുവോട്ടത്തുള്ള മൂപ്പര മകനാണ്. മൂപ്പര് ഇപ്പം മൂപ്പര് മരിച്ചിട്ട് കുറേ ആയി. മൂപ്പര് ഞാൻ പോയി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മൂപ്പര് മരിച്ചു. 78 മരിച്ചതാണ്. പിന്നെ ഇങ്ങോട്ട് പിന്നെ എപ്പോഴാണ് നാട്ടിലേക്ക് ആദ്യം വരുന്നത്? കല്യാണം? പിന്നെ അവിടെ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക്കലി നമുക്ക് ഏറ്റവും സപ്പോർട്ടായ ഒരു ജീവിതം. എന്നെ കൊണ്ട് ഞാനാണ് ഒരു മുസ്ലിയാറുള്ളത്, വേറെ മുസ്ലിയാറില്ലല്ലോ. ഇവിടുത്തെ മാതിരി ഇത്ര അവൈലബിൾ അല്ലല്ലോ, ആരുമില്ലല്ലോ. ഞാൻ തന്നെ എല്ലാം അവിടേക്ക്. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ കഴിഞ്ഞു. അന്ന് വാസന്മാരെന്നെ പള്ളിയിലൊന്നും പോവില്ലായിരുന്നു, മുസ്ലിമീങ്ങളാണ്, അറിയില്ല. അപ്പോൾ ഓരോരൊക്കെ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അവിടെ നമ്മളൊരു പള്ളി ഉണ്ടാക്കി, ആദ്യമായിട്ട് പള്ളി ഉണ്ടാക്കിയതാണ് അവിടെ ബാല്. 79 ഞങ്ങൾ തുടങ്ങി, 81 കംപ്ലീറ്റ് ആക്കി. 2 നില ഒരു പള്ളി, ഒരു കോൺക്രീറ്റ് പള്ളി, നല്ല പള്ളി. അന്നത്തെ $100,000 ഫിജി ഡോളർ ചിലവാക്കിയിട്ടാണ് 100,000 അന്നത്തെ ജി. അപ്പോൾ അതിന് വേണ്ടി എല്ലായിടത്തും നമ്മൾ ആൾക്കാരോടെ കുറവാണ്. ഫിജിയിൽ ഒന്നായിട്ട് നമ്മൾ പോയിട്ട് പിരിക്കാൻ അന്ന് ഞാൻ ഈ കലണ്ടറൊക്കെ പ്രിന്റ് ചെയ്യും, നമ്മൾ ഐഡിയയിൽ ഇവിടുത്തെ ഐഡിയ പ്രയോഗിച്ച് അതുകൊണ്ടൊക്കെ കളക്ഷൻ ആക്കി നമ്മൾ പള്ളി ഉണ്ടാക്കി. അതെന്നുവെച്ചാൽ മലയാളികളല്ലാത്ത മുസ്ലിങ്ങളും പൈസ തന്നു. പൈസ എല്ലാവരും തരും. പള്ളിയാണല്ലോ, പള്ളിയാണ്. അങ്ങനെ ഒരു പള്ളിയാണ് ഉണ്ടാക്കി നമ്മൾ ബാല്. ആ പള്ളിൻ്റെ പേര് മായത്തുൽ ഇസ്ലാം അസോസിയേഷൻ്റെ പള്ളി. പിന്നെ അവിടെ അതിനുശേഷം പിന്നെ ഞാൻ വരുമ്പോഴാണല്ലോ മറ്റാൾ ആയിട്ട് പോകുന്നില്ല, വേറെ ആൾ പോയിട്ടുണ്ട്. എനിവേ, അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം എനിക്ക് എൻ്റെ ജീവിതത്തിൽ, ഇസ്ലാമിക് ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു.